ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനാഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫാക്കൽറ്റിയാണ്, സോഷ്യോളജി ഫാക്കൽറ്റി മെമ്പറാണ്. സോ നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്, അതായത് ജെൻഡർ സ്റ്റഡീസ് 05 DC ബ്ലോക്ക് 3 യൂണിറ്റ് 2ഉം 3യുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ യൂണിറ്റ് 2 ഇസ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ. അതാണ് യൂണിറ്റ് 2. സോ ആദ്യം തന്നെ ഷെറി ബി ഓട്ട്നർ അവരുടെ 1974 അവർ എഴുതിയ ഒരു ലാൻഡ്മാർക്ക് എസ്സേ ആയിട്ട് പറയപ്പെടുന്നത് ആണ് ഇസ് ഫീമെയിൽ ടു മെയിൽ ആസ് നേച്ചർ ഇസ് ടു കൾച്ചർ എന്നുള്ള ടൈറ്റിലുള്ള ഒരു എസ്സേ ഷെറി ബി ഓട്ട്നർ എഴുതിയതാണ്. സോ ഇത് ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിയുടെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ടാണ് പറയുന്നത്. So in this work, Ottner moves beyond biological essentialism to investigate the universal subordination of women, proposing that gender inequality is not a natural inevitability but a product of cultural logic. So Ottner ഈ ഒരു എസ്സേയിൽ അവതരിപ്പിച്ച ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജെൻഡർ എന്ന് പറയുന്ന, അതായത് മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷൻ, ആ ഒരു ആശയം, ആ ഡിഫറൻസിയേഷന് ബയോളജിക്കലി നമ്മൾ രേഖപ്പെടുത്തുന്നതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് സ്ത്രീകളെ യൂണിവേഴ്സലി ഒരു ലെസർ ബീങ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ബീങ് ആയിട്ട് സബോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതെന്നും, ആൻഡ് ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാച്ചുറലി ഉണ്ടാകുന്ന പ്രതിഭാസം അല്ല എന്നുള്ളതും, പകരം എന്താണ് അത് കൾച്ചറലി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണെന്നുള്ളതാണ് ഈ ഒരു എസ്സേയിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാന വാദം. സോ ഇവിടെ ഒരു കോർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ വേഴ്സസ് കൾച്ചർ എന്നുള്ളതാണ്. അതായത് ഓട്ട്നേഴ്സ് പ്രൈമറി തീസിസ് റെസ്റ്റ് ഓൺ എ സ്ട്രക്ചറലിസ്റ്റ് ഫ്രെയിം വർക്ക്. സോ ഓട്ട്നറിന്റെ ഒരു ആശയം ഈ നേച്ചർ ആൻഡ് കൾച്ചറിന്റെ ഇടയിലുള്ള ഒരു ഡിഫറൻസിയേഷൻ കാരണമാണ് നമ്മൾ ഫീമെയിൽ മെയിൽ എന്നുള്ള ഡിഫറൻസിയേഷൻ സബോർഡിനേഷനും സൊസൈറ്റിയിൽ കാണപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. സോ ഷീ ആർഗ്യൂസ് ദാറ്റ് എവറി ഹ്യൂമൻ സൊസൈറ്റി മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് നേച്ചർ. സോ ഓട്ട്നർ വാദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻ സൊസൈറ്റിയിലും ഒരു വേർതിരിവുണ്ട്. അത് ഈ ജെൻഡറിന്റെ ഇടയിൽ ഈ വേർതിരിവ് കൾച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുമുണ്ട്, നേച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുമുണ്ട്. അവിടെ പലപ്പോഴും എന്താണ് കൾച്ചറിന് ഒരു സുപ്പീരിയർ പ്രാധാന്യമാണ് ഉള്ളത്. സോ കൾച്ചർ ആസ് സുപ്പീരിയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഹിസ്റ്റോറിക്കലി സൊസൈറ്റീസ് വാല്യൂ കൾച്ചർ ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് ദി ഹ്യൂമൻ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ട്രാൻസ്ഫോം ദി നാച്ചുറൽ വേൾഡ്. സോ ചരിത്രപരമായിട്ട് എന്താണ് സൊസൈറ്റികൾ കൾച്ചറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം കൾച്ചറിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? കൾച്ചറിന് മനുഷ്യരുടെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യാനും മാറ്റിത്തിരിക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ കൾച്ചറിന് സുപ്പീരിയർ തലത്തിലാണ് ഈ ഒരു ആർഗ്യുമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഓട്ട്നർ സജസ്റ്റ് ദാറ്റ് വിമൻ ആർ യൂണിവേഴ്സലി സിംബലൈസ്ഡ് ആസ് ബീങ് ക്ലോസർ ടു നേച്ചർ. സോ നാച്ചുറലി നമ്മൾ കാണുന്ന എല്ലാ ഇപ്പൊ നേച്ചറായിട്ടുള്ള ഡിബേറ്റ്സിലെല്ലാം അല്ലെങ്കിൽ നേച്ചറായിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സിലും എന്താണ് കാണുന്നത്? സ്ത്രീകളായിട്ടുള്ള ഒരു കമ്പാരിസൺ പല ഘട്ടങ്ങളിലും കാണാറുണ്ട്. അതായത് നേച്ചറിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് തന്നെ മദർ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ ആ ഒരു സിംബലൈസേഷൻ അത് വെച്ചുകൊണ്ട് എന്താണ് സ്ത്രീകളെ പലപ്പോഴും നേച്ചറുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു ജെൻഡർ ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? അതിന് സ്ത്രീകൾക്കുള്ള ബയോളജിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ബയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് മെൻസുറേഷനും പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തിനും ഉള്ള റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള ബയോളജിക്കൽ കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു താരതമ്യം നടത്തുന്നത്. സോ കൺവേഴ്സ്ലി മെൻ ആർ അസോസിയേറ്റഡ് വിത്ത് കൾച്ചർ. അതേസമയം എന്താണ് പുരുഷന്മാരെ കമ്പയർ ചെയ്യുന്നത് കൾച്ചറുമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റിയിൽ നടക്കുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിച്വൽ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതും അവരുടെ ഒരു ഇൻവോൾവ്മെന്റും കാരണമാണ് പുരുഷന്മാരെ കൂടുതൽ കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഷെറി ഓട്ട്നറിന്റെ ഇസ് ഫീമെയിൽ ടു മെയിൽ ആസ് നേച്ചർ ഇസ് ടു കൾച്ചർ, ഇതായിരുന്നു ഷെറി ഓട്ട്നറിന്റെ എസ്സേ. സോ ഇതിനെ പറഞ്ഞ പോലെ ഇതിനൊരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ടാണ് ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജി എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് എന്താണ്?
എന്തുകൊണ്ടാണ് ഫീമെയിൽ സബോർഡിനേഷൻ ഒരു യൂണിവേഴ്സൽ പ്രതിഭാസമായി മാറിയതെന്നുള്ളതാണ്. So Ortner moves the conversation away from biology as a cause and looks towards the symbolic systems of human culture. So Ortner ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ച ഒരു ആശയം എന്താണ്? ഓർട്ട്നർ ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ബയോളജിയിൽ ഊന്നു നിൽക്കുന്ന എക്സ്പ്ലനേഷൻസിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് അവർ കൾച്ചറലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ട് ശ്രമിക്കുകയാണ്. സോ അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി എവിഡൻസ് ഓഫ് യൂണിവേഴ്സൽ സബോർഡിനേഷൻ. അതായത് നമ്മുടെ ചുറ്റും സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു എങ്ങനെയാണ് കൾച്ചറലി സ്ത്രീകളെ ഒരു രണ്ടാം ഘടകമായിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ട് സബ്മിസീവ് ആയിട്ട് അവതരിക്കപ്പെടുന്ന എന്നുള്ളതാണ്. സോ ഓർട്ട്നർ ഐഡന്റിഫൈസ് 3 സ്പെസിഫിക് വേസ് സൊസൈറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദേ വാല്യൂ മെൻ ഓവർ വിമൻ. സോ 3 തരത്തിലാണ് അല്ലെങ്കിൽ 3 ഐഡന്റിഫിക്കേഷൻ ആണ് അതിനായിട്ട് ഓർട്ട്നർ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് കൂടുതൽ വാല്യൂ പുരുഷന്മാർക്ക് നൽകപ്പെടുന്നത് എന്നുള്ളത്. സോ അതിന്റെ ആദ്യത്തെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡയറക്റ്റ് കൾച്ചറൽ ബിലീഫ്സ്. സോ ഡയറക്റ്റ് കൾച്ചറൽ ബിലീഫ്സിൽ പറയുന്നത് പറഞ്ഞാൽ ദർ ആർ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ്, മിത്സ് ഓർ ഐഡിയോളജീസ് ദാറ്റ് ഡിസ്പറാജ് വിമൻസ് ടാസ്ക്, പ്രോഡക്ട്സ് ഓർ സോഷ്യൽ റോൾസ്. സോ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ കൾച്ചറലി ഉള്ള നിലനിൽക്കുന്ന വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയിലുള്ള പല ചിന്താഗതികളും സ്റ്റേറ്റ്മെന്റ്സ് ആയാലും നമ്മുടെ വിശ്വാസങ്ങളായാലും ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സ്ത്രീകളുടെ ടാസ്ക് അല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ജോലിയാണ്, എന്ത് ടാസ്കിലാണ് ഏർപ്പെടേണ്ടതെന്നും സ്ത്രീകൾ സൃഷ്ടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സോഷ്യൽ റോൾസ് എന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കുകയാണ്. മറ്റൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് സിംബോളിക് ഡിവാലുവേഷൻ. സിംബോളിക് ഡിവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് റിലിജിയസ് ഓർ സിംബോളിക് social symbols that imply female inferiority. Example, viewing menstruation as defilement or unclean. So symbolic devaluation എന്ന് പറയുമ്പോഴത്തേക്ക് മതപരമായിട്ടും സോഷ്യലിയും സ്ത്രീകൾക്ക് ഉള്ള ചില ഘടനകൾ അല്ലെങ്കിൽ ചില പ്രത്യേകതകളെ അതൊരു ഇൻഫീരിയർ ഫീച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ കാര്യമായിട്ട് അവതരിക്കപ്പെടുന്നതാണ്. അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് ഉള്ള മെൻസുറേഷൻ അതിനെ പലപ്പോഴും ഇംപ്യൂർ ആയിട്ടാണ് സൊസൈറ്റി അല്ലെങ്കിൽ റിലീജിയസ്ലി ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അതാണ് സിംബോളിക് ഡിവാലുവേഷൻ. അതേപോലെ മറ്റൊരു ഓർഡിനർ ഐഡന്റിഫൈ ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ. സോ സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ കൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ് ദി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ദാറ്റ് ബാർ വിമൻ ഫ്രം ദി ഹയസ്റ്റ് സെന്റേഴ്സ് ഓഫ് പവർ ഓർ ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് സൊസൈറ്റൽ റിച്വൽസ്. സോ സ്ത്രീകളെ എങ്ങനെയും നമ്മൾ സൊസൈറ്റിയിൽ സബോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ പവർ പൊസിഷൻസിൽ നിന്ന് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പവറും അതോറിറ്റിയും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കാൻ പറ്റുന്ന പൊസിഷൻസിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഓർഡിനർ ഐഡന്റിഫൈ ചെയ്ത 3 വേസ് ഓഫ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ എവിഡൻസ് ഓഫ് യൂണിവേഴ്സൽ സബോർഡിനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ തലത്തിൽ നടക്കുന്നു, മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ബയോളജിക്കലി ഉള്ള അവരുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് അത് ഇൻഫീരിയർ ഫീച്ചർ ആയിട്ട് റിലീജിയസ്ലിയും സോഷ്യലിയും അവതരിപ്പിക്കപ്പെടുന്നതാണ് ഒന്ന്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ. സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നതാണ്. ഇത് മൂന്നിലും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ എങ്ങനെയൊക്കെ യൂണിവേഴ്സലി സബോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് എവിഡൻസ് ആയിട്ട് പറയാൻ കഴിയും. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് റെഫ്യൂട്ടിംഗ് ബയോളജിക്കൽ ഡിറ്റർമിനിസം. സോ ഓർഡിനർ ചാലഞ്ചസ് ദി ഐഡിയ ദാറ്റ് മെൻ ആർ നാച്ചുറലി ഡോമിനന്റ് ഡ്യൂ ടു ജെനറ്റിക്സ്. സോ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയ എന്താണ്, ബയോളജിക്കലി സ്ത്രീകൾ ശാരീരിക ബലം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുരുഷന്മാരെയും കാട്ടിയും ഇൻഫീരിയർ ആണെന്നുള്ളതാണ്. ഇതിനെ ഓർഡിനർ ചാലഞ്ച് ചെയ്യുകയാണ്. സോ ഓർഡിനറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത് ബയോളജിക്കൽ ഡിഫറൻസ് ആർ ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ബട്ട് ദേ only gain meaning when filtered through a culturally defined value system. സോ ബയോളജിക്കലി ഉള്ള വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോ ഒരു പുരുഷന് ഉള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള കെൽപ്പ്, ഇത് രണ്ടും ബയോളജിക്കൽ വ്യത്യാസങ്ങളാണ്. സോ ഈ ബയോളജിക്കൽ വ്യത്യാസങ്ങൾ എന്താണ്, പുരുഷന്
മെൻ ആർ സ്ട്രോങ് എന്ന് പറയുകയും വിമൻ ഹാവ് ദ കപ്പാസിറ്റി ടു ഗിവ് ബർത്ത്. ഇത് രണ്ടും എന്താണ്? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഫാക്ട്സ് ആണ്. ഇത് രണ്ടിനും അർത്ഥം അല്ലെങ്കിൽ ഇത് രണ്ടിനും സുപ്പീരിയർ ആണ്, ഒരു കാര്യം സുപ്പീരിയർ ആണെന്നും ഒന്ന് ഇൻഫീരിയർ ആണെന്നുമുള്ള അർത്ഥം ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ രണ്ട് ആശയങ്ങളെയും സൊസൈറ്റിയിൽ ഓൾറെഡി നിലനിൽക്കുന്ന കാഴ്ചപ്പാട്, കൾച്ചറലി നിലനിൽക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ കടത്തി വിടുമ്പോഴത്തേക്കാണ് ഒരു കാര്യം സുപ്പീരിയർ ആണെന്നും മറ്റൊന്ന് ഇൻഫീരിയർ ആണെന്നും ഉള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത്. സോ അതാണ് ഒരു ആർഗ്യുമെന്റ്, അതായത് റെഫ്യൂട്ടിംഗ് ബയോളജിക്കൽ ഡിറ്റർമിനിസം. സോ ദ ആർഗ്യുമെന്റ് ഇസ് basically what biological differences are only objective facts and they gain meaning when filtered through a cultural meaning. അവർക്ക് ഓരോ ബയോളജിക്കൽ ഡിഫറൻസസും ഒബ്ജക്റ്റീവ് ആയിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന് അർത്ഥം ലഭിക്കുന്നത് നമ്മൾ അതിനൊരു കൾച്ചറൽ വാല്യൂ നൽകുമ്പോഴാണ്. മറ്റൊന്ന് യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഷീ സജസ്റ്റ് we should look at shared experiences such as birth, death, consciousness, and the drive for survival to see how cultures interpret these events to create gender hierarchies. So ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ് ജനനം, മരണം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബോധ്യങ്ങൾ, കോൺഷ്യസ്നെസ്. സോ ഇതെല്ലാം എന്തിനായിട്ടാണ്? മനുഷ്യന്റെ സർവൈവൽ ആണ് ഇവിടെ നിശ്ചയിക്കുന്നത്. സോ ഇതിലെല്ലാം കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കൾച്ചർ ഈ പറയുന്ന പെർട്ടിക്കുലർ ഇവന്റ്സ്, അത് ജനനമായാലും കോൺഷ്യസ്നെസ് ആയാലും ഡെത്ത് ആയാലും, ഇതിനെല്ലാം ജെൻഡർ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് ഉള്ളതാണ് മറ്റൊരു ഘട്ടം. സോ ഇതാണ് ബയോളജിക്കൽ ഡിറ്റർമിനിസത്തിന് ഓട്ട്നർ തള്ളി പറഞ്ഞുകൊണ്ട് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ബയോളജിക്കൽ ഡിഫറൻസസ് ഒബ്ജക്റ്റീവ് ഫാക്ട്സ് മാത്രമാണ്, അതിന് ഒരു കൾച്ചറൽ മീനിങ് നൽകുമ്പോഴാണ് ഒന്ന് അല്ലെങ്കിൽ ഒരു ജെൻഡർ സുപ്പീരിയർ ആണെന്നും മറ്റൊരു ജെൻഡർ ഇൻഫീരിയർ ആണെന്നും നമ്മൾ പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്താണ്? യൂണിവേഴ്സൽ ആണ്. അതായത് ജനനം, മരണം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്, ഇതെല്ലാം ഇസ് എ ഡ്രൈവ് ഫോർ സർവൈവൽ. എല്ലാവരും നിലനിൽക്കാൻ വേണ്ടി കടന്നു പോകുന്ന ഓരോ ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് കൾച്ചർ ഇതിനെ ജെൻഡറുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി പറയുന്നു, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ജെൻഡർ ഹയറാർക്കി സൃഷ്ടിക്കപ്പെടുകയാണെന്നുള്ളതാണ്. മറ്റൊരു ആർഗ്യുമെന്റ് അതായത് ഇസ് ദി നേച്ചർ കൾച്ചർ ബൈനറി. അവിടെയും വീണ്ടും എന്താണ്? നേച്ചർ കൾച്ചർ എന്നുള്ള ആ വേർതിരിവ്. സോ ദി കോർ ഓഫ് ഓട്ട്നേഴ്സ് തിയറി ലൈസ് ഇൻ ഹൗ ഹ്യൂമൻസ് കാറ്റഗറൈസ് ദ വേൾഡ്. സോ എങ്ങനെയാണ് മനുഷ്യര് ലോകത്തിന് പല രീതിക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓട്ട്നറിന്റെ ഈ തിയറി അല്ലെങ്കിൽ ഈ എസ്സേയിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന കാര്യം. സോ ആ ഒരു ഡിഫറൻസിയേഷന് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? നേച്ചർ വേഴ്സസ് കൾച്ചർ എന്നുള്ള ആ വേർതിരിവാണ്. സോ കൾച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് പറയുകയാണെങ്കിൽ ദ റെലം ഓഫ് ഹ്യൂമൻ തോട്ട്, ടെക്നോളജി ആൻഡ് റിച്വൽ. ഇറ്റ് ഇസ് ദി ഹ്യൂമൻ അറ്റംപ്റ്റ് ടു ട്രാൻസെൻഡ് ആൻഡ് കൺട്രോൾ ദി നാച്ചുറൽ വേൾഡ്. സോ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉള്ള കുറെ ചിന്താഗതികളും കെൽപ്പുമാണ്. സോ കൾച്ചർ എന്തിനും കൂടെ ആയിട്ടാണ്? കൾച്ചർ മനുഷ്യന്റെ ഒരു അറ്റംപ്റ്റ് ആണ് നാച്ചുറലി ഉള്ള നാച്ചുറൽ വേൾഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് വാട്ട്? It involves the raw materials, physical and the biological world. It is seen as something that must be tamed or socialized by culture. So മനുഷ്യന്റെ കാഴ്ചപ്പാട്, നേച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അത് മനുഷ്യരെ കീഴ്പ്പെടുത്തി വഴങ്ങിയെടുക്കേണ്ട എന്തോ ഒരു വസ്തുവായിട്ടാണ് മനുഷ്യര് നേച്ചറിനെ കാണുന്നത്. സോ ഇതിനൊരു സിംബോളിക് അസോസിയേഷൻ നമ്മൾ നൽകുകയാണെങ്കിൽ ഓട്ട്നർ ആർഗ്യൂസ് ദാറ്റ് വിമൻ ആർ യൂണിവേഴ്സലി പെർസീവ്ഡ് ആസ് ബീങ് ക്ലോസർ ടു നേച്ചർ ദാൻ മെൻ ഫോർ സെവറൽ റീസൺസ്. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഓട്ട്നറിന്റെ ഒരു വാദം എന്തായിരുന്നു? ഓട്ട്നർ ഈ തിയറി, ഈ എസ്സേയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പലപ്പോഴും സൊസൈറ്റി നൽകുന്ന വ്യാഖ്യാനം എന്താണ്? സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് നാച്ചുറലി മദർ നേച്ചർ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണെന്നാണ് ഉള്ളതാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇസ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. അതായത് വിമൻസ് ബോഡി ആർ മോർ വിസിബിളി ഇൻവോൾവ് ഇൻ സ്പീഷീസ് ലൈഫ്. അതായത് സ്ത്രീകൾക്കുള്ള റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻ പറയുന്നത്. സ്ത്രീകൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, സ്ത്രീകൾ നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു
ഒരു അസോസിയേഷൻ. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള സോഷ്യൽ റോൾസ് ആണ്. അതായത് ബയോളജിക്കലി റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് വെച്ചുകൊണ്ട് സ്ത്രീകളെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് എന്താണ്, ദേ ആർ ബീങ് റിലഗേറ്റഡ് ടു ദി ഡൊമസ്റ്റിക് സ്ഫിയർ. അതായത് ഒരു വീടിനുള്ളിൽ നർച്ചറിങ് കപ്പാസിറ്റി ഉള്ള, അതായത് കുട്ടികളെ ജനിപ്പിക്കുക ആൻഡ് കുട്ടികളെ വളർത്തി പരിപാലിച്ച് നോക്കുന്നതാണ് സ്ത്രീകളുടെ സോഷ്യൽ റോൾ എന്നുള്ള ഒരു വ്യാഖ്യാനമാണ്. സോ ഇതിനെ എന്തായിട്ടാണ് കാണുന്നത്, ഒരു ഹയറാർക്കിയിൽ ഒരു ലോവർ സ്ട്രാറ്റയിലാണ് ഈ ഡൊമസ്റ്റിക് സ്ഫിയറിൽ ഒരു സ്ത്രീ ഏർപ്പെടുന്ന ജോലികളെ കരുതപ്പെടുന്നത്. സോ അവിടെ എന്തില്ല, സ്ത്രീക്ക് പബ്ലിക് കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പാർട്ടിസിപ്പേഷൻ അവിടെ വിലക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ പബ്ലിക് സ്പേസ് ആരാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഓക്യുപ്പൈഡ് ബൈ മെൻ ആൻഡ് മെൻ ബിക്കം ദി വൺസ് ഹു wield അതോറിറ്റി ആൻഡ് പവർ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ലോജിക് ഓഫ് ഓപ്പറേഷൻ. അതായത് ഇഫ് കൾച്ചേഴ്സ് പ്രൈമറി മിഷൻ ഇസ് ടു കൺട്രോൾ ആൻഡ് ട്രാൻസെൻഡ് നേച്ചർ, ദെൻ വിമൻ ആർ അസോസിയേറ്റഡ് വിത്ത് നേച്ചർ ആൻഡ് മെൻ ആർ അസോസിയേറ്റഡ് വിത്ത് കൾച്ചർ. സോ നാച്ചുറലി നമുക്ക് ആ ഒരു ഡയക്കോട്ടമി അല്ലെങ്കിൽ ആ ഒരു ഹയറാർക്കി അവിടെ പ്ലേസ് ചെയ്യാൻ കഴിയണം അല്ലേ? ഇവിടുത്തെ ലോജിക് എന്താണ് പറയുന്നത്? കൾച്ചർ ഒരു ടൂൾ ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്തിനായിട്ട്? നേച്ചറിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നേച്ചറിന്റെ മേളിൽ ഭരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള ഒരു വസ്തുവായിട്ടാണ് കൾച്ചറിനെ കാണപ്പെടുന്നത്. ആൻഡ് കൾച്ചർ ആരാണ് ഉപയോഗിക്കുന്നതായിട്ടാണ് പറയുന്നത്? പുരുഷന്മാരാണ് കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് സ്ത്രീകൾ ആരുമായിട്ടാണ്? നേച്ചറുമായിട്ട്. സോ കൾച്ചർ നേച്ചറിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു വസ്തുവാണെങ്കിൽ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ജെൻഡർ വെച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്ക്. അതായത് കൾച്ചർ ഉപയോഗിക്കുന്ന പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് നേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുന്ന സ്ത്രീകൾ. സോ therefore it becomes culturally logical for men to subordinate women. സോ നാച്ചുറലി എന്താണ് അവിടെ കൾച്ചറലി ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാഴ്ചവെക്കുകയാണ്. അതായത് കൾച്ചർ ഉപയോഗിക്കുന്നതും yield ചെയ്യുന്നതും പുരുഷന്മാരാണ്. ആൻഡ് നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ത്രീകളുടെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കൾച്ചറലി ലോജിക്കൽ ആണ് ഫോർ മെൻ ടു സബോർഡിനേറ്റ് വിമൻ. ദാറ്റ് ഇസ് ദി ഐഡിയ. സോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വിമൻ ആർ നോട്ട് സീൻ ആസ് നേച്ചർ. സോ ഈ പറയുന്ന പോലെ വിമനെ നേച്ചറായിട്ടല്ല കാണുന്നത്, ബട്ട് ആസ് വാട്ട്? മിഡിൽ ഗ്രൗണ്ട് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് കൾച്ചർ. ഒരു നേച്ചറും കൾച്ചറിന്റെ ഇടയിൽ വരുന്ന ഒരു വസ്തു അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ലെവലായിട്ടാണ് സ്ത്രീകളെ കാണപ്പെടുന്നത്. ഹൗ എവർ ബിക്കോസ് ദേ ആർ പെർസീവ്ഡ് ആസ് ലെസ് കേപ്പബിൾ ഓഫ് fully transcending the biological world, they are placed in a lower order of being within the social hierarchy. So സൊസൈറ്റി തന്നെ സ്റ്റീരിയോടിപ്പിക്കലി എന്താണ് തീരുമാനിക്കുന്നത്? സ്ത്രീകൾക്ക് ഈ പറയുന്ന കൾച്ചർ yield ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കൾച്ചർ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ കൾച്ചർ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തപ്പോൾ തന്നെ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് തന്നെ നേച്ചറിന്റെ മേളിലേക്കോ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് സ്ത്രീകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടുന്നു? സ്ത്രീകൾ ഒരു സോഷ്യൽ ഹയറാർക്കിയിൽ ഏറ്റവും താഴെ തട്ടിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു. സോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ പറയുന്ന പോലെ നേച്ചറുമായിട്ട് ഒരു ക്ലോസർ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത്? ഫോളോയിങ് ഹർ ഇനിഷ്യൽ തീസിസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, ഷെറി ബി ഓട്ട്നറിന്റെ എസ്സേയിൽ അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച അവരുടെ തോട്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ വാദങ്ങളാണ്. സോ ഫോളോയിങ് ഇനിഷ്യൽ തീസിസ്, ഷെറി ബി ഓട്ട്നർ explores the specific mechanisms, physiological, social and psychological, that link women to nature in the cultural imagination. So ഓട്ട്നർ എന്ത് ചെയ്യാണ്? ഓട്ട്നർ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് സ്ത്രീകളെ ഈ പറയപ്പെടുന്ന പോലെ നേച്ചറുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവരായിട്ട് കരുതപ്പെടുന്നു എന്നുള്ളത് പഠിക്കുകയാണ്. ആൻഡ് ആ പഠനം സ്പെസിഫിക് ആയിട്ടുള്ള ചില ആശയങ്ങൾ, അതായത് ഫിസിയോളജിക്കലും സോഷ്യലും സൈക്കോളജിക്കലും ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഓട്ട്നർ ഈ ഒരു വ്യാഖ്യാനം നടത്തുന്നത്. സോ ഫിസിയോളജിക്കൽ ആർഗ്യുമെന്റ് അതിൽ നോക്കുകയാണെങ്കിൽ അവരെ എൻസ്ലേവ് ടു ദ സ്പീഷീസ് എന്നുള്ള ഒരു ആശയമാണ് അവിടെ വരുന്നത്. അതായത് ഓട്ട്നർ ഇവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമോൺ ഡി ബൂവറിന്റെ
concepts from the second sex to explain how the female body is culturally interpreted. So ഇവിടെ ഓട്ട്നർ സിമോൺ ഡി ബൂവറിന്റെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന അവരുടെ വർക്കിൽ നിന്ന് കുറച്ച് ആശയങ്ങൾ കടമെടുക്കുകയാണ്. അതായത് സ്ത്രീകളുടെ ശരീരത്തിനെ കൾച്ചറലി എങ്ങനെയാണ് ഫിസിയോളജിക്കൽ ആർഗ്യുമെന്റിൽ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളത്. അതിൽ ഒന്നാമതായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഇസ് സ്പീഷീസ് വേഴ്സസ് ഇൻഡിവിജ്വൽ. അതായത് ബയോളജിക്കൽ പ്രോസസ്സസ് ലൈക്ക് മെൻസുറേഷൻ, pregnancy and lactation are seen as serving the needs of the species rather than the individual women. So women എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതായത് മെൻസുറേറ്റ് ചെയ്യാൻ കഴിയുക, പ്രഗ്നന്റ് ആകാൻ കഴിയുക ആൻഡ് ജനിക്കുന്ന കുഞ്ഞിനെ ലാക്ടേറ്റ് ചെയ്യാൻ, അതായത് ഫീഡ് ചെയ്യാൻ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കഴിയുന്ന ഈ കപ്പാസിറ്റികളെ എല്ലാം എന്തായിട്ടാണ് കാണുന്നത്? അവരിൽ നിന്നുണ്ടാകുന്ന സ്പീഷീസ്, അതിന് ആ സ്പീഷീസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന കപ്പാസിറ്റിയിൽ മാത്രമാണ് കാണുന്നത്. സോ സ്ത്രീകൾ എന്തുമാത്രമാണ് സെർവ് ചെയ്യാനായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. സോ ഈ പറയുന്ന കപ്പാസിറ്റി ഒന്നും തന്നെ എന്താണ് ഒരു ഇൻഡിവിജ്വൽ വിമന്റെ ഭാഗമായിട്ട് കാണുന്നില്ല. പകരം എന്തായിട്ടാണ് കാണുന്നത്? മറ്റൊരു വസ്തുവിന് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതായിട്ട് മാത്രം കാണപ്പെടുകയാണ്. സോ അവിടെ സ്പീഷീസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ വ്യക്തിക്കല്ല. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആനിമാലിറ്റി. അതായത് ദീസ് ഫങ്ഷൻസ് ആർ ഓഫൺ അക്കംപനീഡ് ബൈ പെയിൻ ആൻഡ് ഫിസിക്കൽ വൾനറബിലിറ്റി, മേക്കിംഗ് വിമൻസ് ആനിമാലിറ്റി, അതായത് ബയോളജിക്കൽ നേച്ചർ മോർ മാനിഫെസ്റ്റ് ആൻഡ് വിസിബിൾ ദാൻ മെൻസ്. സോ സ്ത്രീകൾക്കുള്ള ഈ പറയുന്ന കപ്പാസിറ്റികളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? പെയിൻ ആൻഡ് ഫിസിക്കലി അവരെ ഒരു വൾനറബിൾ ആയിട്ടാണ് കാഴ്ചവെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് മറ്റൊരു ആർഗ്യുമെന്റ്, ഫിസിയോളജിക്കൽ ആർഗ്യുമെന്റിന്റെ ഭാഗമാകുന്നതെന്ന് പറഞ്ഞാൽ ഇസ് പ്രൊക്രിയേഷൻ വേഴ്സസ് ക്രിയേഷൻ. സോ ഇവിടെ വിമൻ ആർ സീൻ ആസ് മിയർലി റീപ്രൊഡ്യൂസിംഗ് ലൈഫ് ദാറ്റ് ഈസ് ബീങ്സ് ഹു വിൽ ഇവൻച്വലി ഡൈ. സോ ഇവിടെ സ്ത്രീകളെ എന്തായിട്ട് മാത്രമാണ് കാണുന്നത്? അടുത്ത തലമുറനെ സൃഷ്ടിക്കാനുള്ള വസ്തുക്കളായിട്ട് മാത്രം കാണപ്പെടുകയാണ്. ആൻഡ് മെൻ who lack reproductive functions assert their creativity through technology, symbols and warfare, because these acts involve transcending life or creating lasting objects. They are assigned higher prestige. So പുരുഷന്മാരെ എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? അവർക്ക് ടെക്നോളജി അല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ വാർഫെയറിന്റെ ആയിക്കൊണ്ട് അവർക്ക് ഈ പറയുന്ന ബേസിക് ലൈഫ്, അതായത് കുട്ടികൾ ഉണ്ടാകുക, അവരെ ശുശ്രൂഷിക്കുക, മരണമടയുക, അതിൽ ഒതുങ്ങുന്നില്ല. അവര് ഇതിന്റെ മേളിൽ പോയിക്കൊണ്ട് എന്താണ് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്കുള്ള കപ്പാസിറ്റി നൽകുകയാണ്. സോ അവിടെ എന്താണ് പ്രൊക്രിയേഷൻ ആൻഡ് ക്രിയേഷൻ എന്നുള്ള ആ ഒരു ഡൈക്കോട്ടമിയാണ് അവിടെ ഫിസിയോളജിക്കൽ ആർഗ്യുമെന്റിൽ വരുന്നത്. അതായത് സ്ത്രീകൾ വെറും നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളവരായിട്ടും അതേസമയം പുരുഷന്മാരെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഹിസ്റ്റോറിക്കലി ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് കാണിക്കുകയാണ്. മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റ്. സോ ഇവിടെ ദ അസോസിയേഷൻ വിത്ത് നേച്ചർ ഇസ് റീഇൻഫോഴ്സ്ഡ് ബൈ ദി ഡിവിഷൻ ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് പബ്ലിക് സ്ഫിയർ. സോ നേച്ചർ വേഴ്സസ് കൾച്ചർ എന്ന് പറയുന്ന അതേ ഒരു ഡിബേറ്റ് സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിലേക്ക് വരണം. അതായത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടേത് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ആദ്യം പറയുകയാണെങ്കിൽ എന്താണ് ദ മദർ ചൈൽഡ് ബോണ്ട്, അതായത് ലാക്ടേഷൻ ആൻഡ് ദ നീഡ് ഫോർ കോൺസ്റ്റന്റ് ഇൻഫന്റ് കെയർ നാച്ചുറലി പ്ലേസ് ദ മദർ അറ്റ് ദി സെന്റർ ഓഫ് ദി ചൈൽഡ്സ് വേൾഡ്. സോ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവര് ബേസിക്കലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ കാണിക്കപ്പെടുമ്പോഴത്തേക്ക് ആ മദർ ചൈൽഡ് ബോണ്ടാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മദർ ചൈൽഡ് ബോണ്ടിൽ പ്രധാനമായിട്ട് ഒരു കുഞ്ഞ് അതിന്റെ ഇൻഫൻസിയിലായിരിക്കുമ്പോഴത്തേക്ക് എന്താണ് അതിന് ഇറ്റ് നീഡ്സ് ദ മദർ. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ കുട്ടിയുടെ ലോകമാണ് ആ അമ്മ. സോ അവിടെ ആ മദർ ചൈൽഡ് ബോണ്ട് അവരെ സ്ത്രീനെ എന്ത് ചെയ്യുന്നു ഡൊമസ്റ്റിക് സ്ഫിയറിലേക്ക് ഒതുക്കാനായിട്ട് ഒരു മാർഗമാകുന്നു. മറ്റൊന്ന് ദ ഡൊമസ്റ്റിക് ലേബൽ, ബിക്കോസ് ദ ഫാമിലി ഇസ് ദി unit responsible for biological survival, it is viewed as a lower order of social organization. So ഈ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ലേബൽ ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നു?
ഫാമിലിനെ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഏറ്റവും താഴെക്കട്ടിലേക്ക് ഒതുക്കാൻ കഴിയുകയാണ്. അതായത് വെറും ബയോളജിക്കൽ സർവൈവൽ എന്നുള്ള ആ ഒരു വ്യാഖ്യാനം മാത്രമേ ഈ ഡൊമസ്റ്റിക് ലേബൽ നൽകുന്നത് വഴി ലഭിക്കുന്നുള്ളൂ. മറ്റൊരു ഡിബേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി യൂണിവേഴ്സൽ വേഴ്സസ് പർട്ടിക്കുലറിസം. സോ ഇവിടെ പുരുഷന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പബ്ലിക് സ്ഫിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെർട്ടീസ് എവിടെയൊക്കെയാണ്, പൊളിറ്റിക്സും റിലിജനും ആർട്ടിലും വരേണ്ടതാണെന്നാണ് ഒരു സ്റ്റിയോടിപ്പിക്കൽ അസോസിയേഷൻ. സോ ദേ ഡീൽ വിത്ത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആൻഡ് ദി ഹയർ ലെവൽ സോഷ്യൽ സിന്തസിസ്. സോ മെൻ എന്തായിട്ടാണ് പറയുന്നത്, സോഷ്യൽ ഓർഗനൈസേഷന്റെ ഹയർ സ്ട്രാറ്റയിൽ വരുന്ന എലിമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരായിട്ടാണ് പുരുഷന്മാരെ പറയുന്നത്. ആൻഡ് വിമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ റെഡ്യൂസ് ടു ദി ഡൊമസ്റ്റിക് സ്ഫിയർ ആൻഡ് ദേ ഡീൽ വിത്ത് പെർട്ടിക്കുലർ ഡെയിലി needs which are seen as closer to the natural biological functions of the family. So അവിടെ സ്ത്രീനെ എന്തായിട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഒരു ഡൊമസ്റ്റിക് സ്ഫിയറിലെ ഒരു എലമെന്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പവർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല, പകരം എന്താണ്, ദൈനംദിനം ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ നിറവേറ്റി പോകാൻ ഉള്ള ചുമതലയാണ് സ്ത്രീകളുടെ മേലിൽ ഏൽപ്പിക്കുന്നത്. സോ ആ ടാസ്കുകൾ എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്, നാച്ചുറൽ ആയിട്ട് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ യു കെൻ സീ ദ പാരഡോക്സ് ഓഫ് സോഷ്യലൈസേഷൻ. അതായത് വിമൻ ആക്ച്വലി പെർഫോം കൾച്ചർ ബൈ സോഷ്യലൈസിങ് ചിൽഡ്രൻ. സോ സ്ത്രീകൾ ഡൊമസ്റ്റിക് സ്ഫിയറിലേക്ക് ചുരുക്കപ്പെടുകയും ഫാമിലി ഈ പറയുന്ന പോലെ സോഷ്യൽ ഓർഗനൈസേഷന്റെ ലോവർ സ്ട്രാറ്റയിൽ വരുമ്പോഴത്തേക്ക് ഫാമിലിയിൽ എന്താണ് നടക്കുന്നത്, ഒരു കുഞ്ഞിന്റെ സോഷ്യലൈസേഷൻ, ആ ആദ്യഘട്ടത്തിൽ സോഷ്യലൈസേഷൻ നടക്കുന്ന പ്രധാന ഭാഗമാണ് ഫാമിലി. സോ സ്ത്രീ തന്നെയാണ് കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കുന്നത്, കൾച്ചർ പഠിപ്പിക്കുന്നത്. സോ യെറ്റ് ദിസ് ഇസ് സ്റ്റിൽ ഡിവാല്യൂഡ്. സോ കൾച്ചറിന് പുരുഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹയർ വാല്യൂ നൽകുന്നുണ്ടെങ്കിലും സ്ത്രീ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ കൾച്ചർ അല്ലെങ്കിൽ സ്ത്രീ ഇൻവോക്ക് ചെയ്യുന്ന ആ കൾച്ചറിന് ഇറ്റ് ഇസ് നോട്ട് ഗിവൻ എനി വാല്യൂ. അതായത് എക്സാമ്പിൾ പറയുന്നത്, വെൻ കുക്കിംഗ് ബിക്കംസ് ക്വിസീൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിട്ട് മാറുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓഫൻ ടേക്കൺ ഓവർ ബൈ മെൻ ടു മെയിൻറ്റെയിൻ ദ ഹയർ സ്റ്റാറ്റസ്. സോ കുക്കിംഗ് ഒരു ഡൊമസ്റ്റിക് സ്ഫിയറിൽ ആരുടെ ചുമതലയായിട്ടാണ് പറയപ്പെടുന്നത്, സ്ത്രീകളുടെ കടമ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അതേസമയം അതൊരു പബ്ലിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഫിയറിൽ ഒരു ഹയർ റാങ്കിങ് സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഫഷൻ ആയിട്ട് മാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇറ്റ് ഇസ് ടേക്കൺ ഓവർ ബൈ മെൻ. സോ അതാണ് ആ ഒരു പാരഡോക്സ് സോഷ്യലൈസേഷൻ വഴി നൽകുന്നത്. സോ ഈ പറഞ്ഞതെല്ലാം എന്താണ്, സോഷ്യലും ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിലും ഉള്ള പ്രയോഗങ്ങളാണ്. ഇനി കമ്മിങ് ടു ദി സൈക്കോളജിക്കൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ട്നർ സജസ്റ്റ് ദാറ്റ് ദി യൂണിവേഴ്സൽ ചൈൽഡ് റിയറിംഗ് പാറ്റേൺ where women are the primary caregivers result in different psychic structures. സോ കാലാകാലങ്ങളായിട്ട് ജനറേഷനലി ഉള്ള ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി ആയിട്ടുള്ള കെയർ ഗിവേഴ്സ് ആണെന്നുള്ളത്. സോ ഇത് എങ്ങനെയാണ് സൈക്കിക് സ്ട്രക്ചറിനെ മാറ്റുന്നത് എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ, ഗേൾ ചൈൽഡ് എന്ത് ചെയ്യുന്നു, ദേ മെയിൻറ്റെയിൻ എ പേഴ്സണൽ കണ്ടിന്യൂസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദി മദർ. സോ മദർ അല്ലെങ്കിൽ വിമൻ പ്രൈമറി കെയർ ഗിവേഴ്സ് ആകുമ്പോഴത്തേക്ക് അവിടെ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മയുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്നും അവര് കണ്ടിന്യൂ ചെയ്യും ടു ഐഡന്റിഫൈ വിത്ത് ദ മദർ. ദ അഡൾട്ട് റിയാലിറ്റി മിറേഴ്സ് ദിസ് പേഴ്സണൽ റിലേഷണൽ വേൾഡ്. ആൻഡ് അവരുടെ അഡൽട്ട്ഹുഡിലേക്ക് അവർ കടന്ന് കയറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് അവരുടെ അമ്മയുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണോ അതേപോലെ ആ പെൺകുഞ്ഞിന്റെയും റിയാലിറ്റി ആയിട്ട് മാറുകയാണ്. ബോയ്സ് അതേസമയം എന്ത് സംഭവിക്കുന്നു, മദറും സൺസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോഴത്തേക്ക് boys have this mentality that they have to break their identification with the mother to identify with the father or masculinity. So ആൺകുഞ്ഞുങ്ങൾക്ക് എന്താണ്, അവർക്ക് ഒരു പെർട്ടിക്കുലർ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക്
അവരുടെ മദറുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടിയാൽ മാത്രമേ അവർക്ക് അവരുടെ ഫാദർ അല്ലെങ്കിൽ മാസ്കുലിൻ ആയിട്ടുള്ള ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ്. സോ ദിസ് റിക്വയർസ് മൂവിങ് ടുവേർഡ് ദി ആബ്സ്ട്രാക്ട് സോഷ്യൽ വേൾഡ് ഔട്ട്സൈഡ് ദി ഹോം. സോ ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഫ്രം ദി മദർ ഉണ്ടായി, അല്ലെങ്കിൽ ബ്രേക്ക് അവേ ഫ്രം ദി മദർ ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. കുട്ടിക്ക് സോഷ്യൽ വേൾഡുമായിട്ട്, അതായത് വീടിന് പുറമെ ഡൊമസ്റ്റിക് സ്ഫിയറിൽ നടക്കുന്നതിന് പുറമെ പബ്ലിക് പാർട്ടിസിപ്പേഷനിലേക്ക് കടന്നു കയറാൻ കഴിയുള്ളൂ ഉള്ളതാണ്. മറ്റൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇസ് ദി ഇന്റർമീഡിയറ്റ് സ്റ്റാറ്റസ് ഓഫ് വിമൻ. സോ നമ്മൾ പറഞ്ഞായിരുന്നു കൾച്ചർ വേഴ്സസ് നേച്ചർ എന്ന് പറയുന്ന ഈ ഡിബേറ്റിന്റെ ഇടയിൽ സ്ത്രീകളെ പലപ്പോഴും എന്താണ് ദി മിഡിലാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതായത് നോട്ട് ആസ് എ പാർട്ട് ഓഫ് കൾച്ചർ ആൻഡ് നോട്ട് ആസ് എ പാർട്ട് ഓഫ് നേച്ചർ, but rather in the middle. So a critical point in Ortner's argument is that women are not nature. They are human beings with consciousness and symbolic capacity. So ഇതിന് ആർഗ്യുമെന്റ്, ഇതിന്റെ എതിരെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഓർട്ട്ണർ സ്ഥാപിക്കുന്ന എന്താണ്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നേച്ചർ അല്ല, പകരം എന്താണ്, ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്, അവർക്കും കോൺഷ്യസ്നെസ് ഉണ്ട്, അവർക്കും സിംബോളിക് ആയിട്ട് പുരുഷന്മാർക്ക് നൽകുന്ന അതേ ലെവലിലുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉണ്ടെന്നുള്ളതാണ്. സോ സ്ത്രീകളെ മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വിമൻ ഓക്യുപ്പൈ എ പ്രോബ്ലമാറ്റിക് ഇന്റർമീഡിയറ്റ് പൊസിഷൻ. ദേ ആർ സീൻ ആസ് ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് കൾച്ചർ. സോ ഇവരെ ഈ ഒരു നേച്ചറും കൾച്ചറിന്റെയും ഇടയിലുള്ള ഒരു പാലം പോലെയാണ് കാണുന്നത്. അതായത് സ്ത്രീകളിലൂടെ സോഷ്യലൈസ് ചെയ്തുകൊണ്ട് പവർ സെക്ടേഴ്സ് ആയിട്ടുള്ള കൾച്ചറിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പാലം മാത്രമായിട്ട് ചുരുക്കപ്പെടുകയാണ്. സോ ബിക്കോസ് വിമൻ ആർ കോൺഷ്യസ് മെമ്പേഴ്സ് ഓഫ് എ കൾച്ചർ ദാറ്റ് ഡിവാല്യൂസ് നേച്ചർ. സോ സ്ത്രീകൾ ഈ പറയുന്ന പോലെ കൾച്ചറിന്റെ ഭാഗമാകുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്, നേച്ചർ ഡിവാല്യൂ ചെയ്യപ്പെടുന്നു എന്നാണ്. അതായത് ദേ ഓഫൺ ഇന്റർണലൈസ് ദീസ് ബിലീഫ്സ് അക്സെപ്റ്റിംഗ് ദെയർ ഓൺ ലോവർ സ്റ്റാറ്റസ് ആസ് നാച്ചുറൽ റാദർ ദാൻ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. സോ ഈ തരത്തിലുള്ള ചിന്താഗതി എന്ത് ചെയ്യുന്നു, സ്ത്രീകളെ തന്നെ സ്വയം വിശ്വസിപ്പിക്കുകയാണ്. അതായത് സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ലോവർ സ്ട്രാറ്റയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോവർ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കേണ്ടവർ തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ലോവർ സ്റ്റാറ്റസിൽ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളത് നാച്ചുറലി, കാരണം നാച്ചുറലി എന്ന് പറയുന്നത് എന്താണ്, ബയോളജിക്കലി അവരിലുള്ള സൊസൈറ്റി കൾച്ചറലി ഇൻഫീരിയർ ആണെന്ന് പറയുന്ന പല കാരണങ്ങളും കാരണം നാച്ചുറലി ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ പകരം എന്തല്ല, സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ല എന്നുള്ള ആ ഒരു വാദമാണ് ഈ സ്ത്രീനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. സോ ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദി ഇന്റർമീഡിയറ്റ് ആൻഡ് പാത്സ് ടു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഷെറി ബി ഓർട്ട്ണർ അവരുടെ ഒരു കൺക്ലൂഡിങ് ആർഗ്യുമെന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസ് ദി കോൺസിക്വൻസസ് ഓഫ് വിമൻ ബീങ് പ്ലേസ്ഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് പൊസിഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് കൾച്ചർ ആൻഡ് ഔട്ട്ലൈൻസ് വാട്ട് ഈസ് റിക്വയർഡ് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി. സോ സ്ത്രീകളെ ഈ പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കൾച്ചറും നേച്ചറിന്റെയും ഇടയിലുള്ള ഒരു പാലമായിട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, സ്ത്രീകൾ സ്വയം തന്നെ എന്താണ്, അവർക്ക് കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാനും കൾച്ചർ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായിട്ട് നേച്ചറുമായിട്ട് ഒരു ലോവർ സ്ട്രാറ്റയിൽ പ്ലേസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഈ ഒരു സോഷ്യൽ കൺസെപ്ഷൻ ആണെന്ന് മനസ്സിലാക്കാതെ എന്ത് കരുതുകയാണ്, നാച്ചുറൽ കൺസെപ്ഷൻ ആണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. സോ ഈ ഇന്റർമീഡിയറ്ററി പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് കൾച്ചറിന്റെ ഭാഗവും ആകുന്നില്ല, നേച്ചറിന്റെ ഭാഗവും ആകുന്നില്ല, പകരം എന്താണ്, ബ്രിഡ്ജ് ആയിട്ടാണ് പറയുന്നത്. സോ വിമനെ എന്തായിട്ടാണ് കാണുന്നത്, വിമൻ ആർ ദി പ്രൈമറി ഏജൻസ് ഹു ട്രാൻസ്ഫോം നാച്ചുറൽ ഇൻഫൻസ് ഇൻ ടു കൾച്ചറൽ ബീയിങ്സ് ത്രൂ ഏർലി സോഷ്യലൈസേഷൻ. സോ ആ ബ്രിഡ്ജ് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, സ്ത്രീകൾ നേച്ചറിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുകയും ആ കുട്ടികളെ കൾച്ചർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ കൾച്ചർ കപ്പാസിറ്റി ഉള്ളവരായിട്ട് സോഷ്യലൈസേഷനിൽ കൂടെ
കടത്തിവിടുന്നവരാകുകയാണ് സ്ത്രീകൾ. അതാണ് ബ്രിഡ്ജ് കൊണ്ട് അർത്ഥമാകുന്നത്. സോ ബിക്കോസ് ദേ റിമെയിൻ റൂട്ടഡ് ഇൻ ദി ഡൊമസ്റ്റിക് യൂണിറ്റ്, their work is seen as a lower form of culture compared to the universal projects of men. So സ്ത്രീ ചെയ്യുന്ന ഈ ഡൊമസ്റ്റിക് റെലമിൽ നടക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ സോഷ്യലൈസേഷൻ, സ്ത്രീകളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഒരു ലോവർ സ്റ്റാറ്റസ് നൽകിക്കൊണ്ട് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഏറ്റവും താഴെത്തട്ടിൽ ആക്കിപ്പെടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ വർക്ക് ഇൻ കമ്പാരിസൺ ടു കൾച്ചർ, പുരുഷന്മാർ പ്രയോഗിക്കുന്ന, അതായത് റിലിജിയനും ആർട്ടും പൊളിറ്റിക്സും പ്രാക്ടീസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പുരുഷന്മാരുടെ കൾച്ചറുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു താഴെത്തട്ടിലാണെന്ന് ഡിവാല്യൂ ചെയ്യപ്പെടുകയാണ്. And this secondary status is not caused by specific local factors like a country's economy or specific history, but by this universal cultural logic that associates women with biological or natural world. So എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്ത്രീകളെ ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡറി സ്റ്റാറ്റസിലേക്ക് ഒതുക്കുന്നത് is because ലോക്കൽ ഫാക്ടേഴ്സ് കാരണമല്ല, അതായത് ഓരോ രാജ്യത്തിന്റെ എക്കണോമിക് ഫാക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള സ്പെസിഫിക് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളോ കൊണ്ടല്ല. പകരം എന്തുകൊണ്ടാണ്? യൂണിവേഴ്സലി കൾച്ചറലി നമ്മൾ ലോജിക് എന്ന് കരുതപ്പെടുന്ന, അതായത് സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ബയോളജിയും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഈ ആശയം കൊണ്ടാണ്. So what is the consequences of being this intermediary? അതായത് ഈ ബ്രിഡ്ജ് ആയിട്ട് നേച്ചറും കൾച്ചറിന്റെ ഇടയിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് what is the consequences? This cultural categorization has real world physical and social impacts on women. So ഇത് പ്രാക്ടിക്കലി സ്ത്രീകളിൽ ഫിസിക്കലായിട്ടും സോഷ്യൽ ആയിട്ടുള്ള പല കോൺസിക്വൻസസ് വരുത്തി തീർക്കുകയാണ്. സോ ഒന്നാമതായിട്ട് നോക്കിയാൽ എന്താണ്? ഇറ്റ് ഇസ് places certain restrictions, അതായത് to ensure the stability of domestic unit and the purity of the culture they transmit, societies often place heavy restrictions on women's sexual activities, role choices and institutional access. So society എന്ത് ചെയ്യാണ്? ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും ഉള്ള പല പല റെസ്ട്രിക്ഷൻസ് സ്ത്രീകളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്ഷുവൽ ആക്ടിവിറ്റീസ്, ഒരു സ്ത്രീ ഏർപ്പെടുന്ന സെക്ഷുവൽ ആക്ടിവിറ്റീസിലാകാം, അല്ലെങ്കിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയുന്ന ആക്ടിവിറ്റീസ്, അതായത് അവരെ ഡൊമസ്റ്റിക് സ്ഫിയറിലേക്ക് ഒതുക്കിക്കൂടുന്ന ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആൻഡ് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ്, അതായത് അവരെ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മാറ്റി നിർത്തുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഒരു കോൺസിക്വൻസ് ഓഫ് ബീങ് ദി ഇന്റർമീഡിയറി. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് പെർസീവ്ഡ് കൺസർവേറ്റിവിസം, അതായത് വിമൻ ആർ ഓഫൻ വ്യൂഡ് ആസ് മോർ ട്രഡീഷണൽ ഓർ കൺസർവേറ്റീവ് ബിക്കോസ് ദ social role is to maintain and stabilize the fundamental domestic unit. So fundamental domestic unit എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫാമിലി. സോ ആ ഫാമിലിനെ നിലനിർത്തി കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്ത്രീയുടെ ജോലി അത് മാത്രമാണെന്ന് സോഷ്യൽ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ് ടു മെയിൻറ്റെയിൻ ദി ഡൊമസ്റ്റിക് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളതാണ് പെർസീവ്ഡ് കൺസർവേറ്റിവിസം. സോ ദീസ് ആർ ദി ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്ഷൻസും, ഒന്ന് ഓൾറെഡി ഉള്ള കാഴ്ചപ്പാടിനെ തന്നെ വീണ്ടും റീഎൻഫോഴ്സ് ചെയ്യുന്നത്. ദീസ് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ബീയിങ് ആൻ ഇന്റർമീഡിയറി. സോ ഇവിടെ അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ഡിബേറ്റ് അല്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറയുന്നത് എന്ത് തമ്മിലാണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ കോൺഷ്യസ്നെസ് ആൻഡ് കോൺസ്ട്രക്ട്, അതായത് നമ്മൾ ബോധ്യത്തോടെ തീരുമാനിക്കേണ്ടതും മറ്റെന്താണ് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതും തമ്മിലാണ് ഈ ഒരു ഡിബേറ്റ് വരുന്നത്. സോ ഓട്ട്നർ ക്ലാരിഫൈസ് ദാറ്റ് ദിസ് ഹയറാർക്കി ഇസ് എ ഹ്യൂമൻ ഇൻവെൻഷൻ. സോ ഈ പറയപ്പെടുന്ന പോലെ സ്ത്രീ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോവർ സ്ട്രാറ്റയിൽ ഉള്ളതും, അതേസമയം പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാഴ്ചപ്പാട് അത് ഹ്യൂമൻ ഇൻവെൻഷൻ ആണ്, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. പകരം എന്തല്ല, ബയോളജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റിയാലിറ്റി അല്ല. സോ ഹ്യൂമൻ ഇക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ബോത്ത് men and women possess consciousness, use symbols and are equally mortal. There is no inherent natural difference in their capacity for culture. So സ്ത്രീയും പുരുഷനും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രണ്ടുപേർക്കും ഒരേപോലെ ഉള്ള
കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരേപോലെയുള്ള കപ്പാസിറ്റി ഉണ്ട് കൾച്ചർ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആൻഡ് രണ്ടുപേരും ഒരേപോലെ മോർട്ടലാണ്, അതായത് രണ്ടുപേർക്കും ഒരേ രീതിക്കുള്ള ലൈഫ് സ്പാൻ ആണ് താരതമ്യം ഉള്ളത്. പകരം എന്തല്ല, ദർ ഇസ് നോ ഇൻഹെറന്റ് നാച്ചുറൽ ഡിഫറൻസ്. നാച്ചുറലി ഒരു ഡിഫറൻസും ഇല്ല ബിറ്റ്വീൻ മാൻ ആൻഡ് വിമൻ ഇൻ ദ കപ്പാസിറ്റി ടു കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാനോ കൾച്ചർ പ്രാക്ടീസ് ചെയ്യാനോ നാച്ചുറലി ആയിട്ട് സ്ത്രീക്കും പുരുഷനും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല. ബോത്ത് ഹാവ് ഈക്വൽ കപ്പാസിറ്റി. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ് ഇന്റർണലൈസ്ഡ് ബിലീഫ്. അതായത് ദ ട്രാജഡി ഇസ് ദാറ്റ് ദി കൾച്ചറൽ കോൺസ്ട്രക്ട് ബിക്കംസ് എ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി. സോ കൾച്ചറലി നമ്മൾ ഈ തീരുമാനിച്ചു വെച്ചേക്കുന്ന ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യപ്പെടുകയാണ്, അതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി ആയിട്ട് മാറുകയാണ്. കാരണം എന്താണ്, വിമൻ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നും they are socialized to develop a feminine psyche reinforces the original stereotype. സോ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നേച്ചറുമായിട്ട് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചൈൽഡ് റിയറിംഗിന്റെ ഭാഗമാകുന്നത് വഴി എന്ത് സംഭവിക്കുന്നു, ഇവരുടെ ഫെമിനിൻ സൈക്കി അവിടെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. So Ortner concludes that gender subordination cannot be solved by addressing only one side of the problem. A lasting change requires a dialectical approach. So Ortner ഈ ഒരു എസ്സേയിലൂടെ പറയുന്ന എന്താണ്, ഈ ഒരു ജെൻഡർ സബോർഡിനേഷൻ ഒരു ഭാഗത്തിന്റെ പ്രശ്നം അവതരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് വഴി നടക്കത്തില്ല. അവിടെ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് ഉണ്ടാകണം. അതായത് there should be changes in laws and social structure. അതായത് ഈക്വൽ പേ, ഒരേ ജോലിക്ക് ഒരേ വേതനം ലഭിക്കുക, ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഷെയറിംഗ് ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റീസ്, ഇതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഉണ്ടായാൽ മാത്രമേ ഒരു ഭാഗത്തിൽ അത് നടക്കത്തുള്ളൂ. കൾച്ചറൽ ചേഞ്ച് ഉണ്ടാകണം. ചേഞ്ചിങ് ദ ലാംഗ്വേജ് സിമ്പിൾസ് ആൻഡ് ഡീപ് സീറ്റഡ് അസംപ്ഷൻസ് ദാറ്റ് ഡീവാല്യൂ വിമൻ. സ്ത്രീകളെ സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ഡീവാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറുതാക്കപ്പെടുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അത് കൾച്ചറലി ഉള്ള ഭാഷയാകാം, അടയാളങ്ങളാകാം, അല്ലെങ്കിൽ ചിന്താഗതിയാകാം, ഇതിലും മാറ്റം ഉണ്ടാകേണ്ടതാണ്. സോ ദ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർട്ട്നർ ഇൻസിസ്റ്റ് ദാറ്റ് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൾച്ചറൽ നോംസ് മസ്റ്റ് ബി ചാലഞ്ച്ഡ് സൈമിൾട്ടേനിയസ്ലി ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ. അതാണ് പറഞ്ഞത്. ഒരു വിഭാഗത്തിൽ മാത്രം ഈ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ പോരാ, പകരം എന്താണ്, ഇറ്റ് ഹാസ് ടു കം ഫ്രം ബോത്ത് മെൻ ആൻഡ് വിമൻ. ആൻഡ് ആ മാറ്റം എവിടെയൊക്കെ സംഭവിക്കണം, ഇൻസ്റ്റിറ്റ്യൂഷണലി ഉണ്ടാകണം, കൾച്ചറലി മാറ്റപ്പെടണം. എന്നാൽ മാത്രമേ ഒരു ടോട്ടൽ സൊല്യൂഷൻ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഓൺലി when are equally involved in the domestic or nature sphere and women are equally involved in the public or culture sphere will the nature versus culture binary cease to function as a tool for oppression. So ഈ നേച്ചർ ആൻഡ് കൾച്ചർ എന്നുള്ള ഈ ഡിവിഷൻ, അല്ലെങ്കിൽ ഓരോ ജെൻഡറിന്റെ നേച്ചറിന്റെ ഭാഗമായിട്ടും മറ്റൊന്നിന് കൾച്ചറിന്റെ ഭാഗമായിട്ടും ഈ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് എപ്പോൾ മാത്രമേ നിൽക്കത്തുള്ളൂ, പുരുഷന്മാര് നേച്ചറിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ടാസ്കിലും സ്ത്രീകൾ കൾച്ചറിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ടാസ്കുകളിലും ഏർപ്പെട്ടാൽ മാത്രമേ ഇതിനൊരു ടോട്ടൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. സോ ഇതാണ് സെക്കൻഡ് യൂണിറ്റ്. ഇനി കമ്മിങ് ടു യൂണിറ്റ് 3, ക്യൂർ തിയറി പൊളിറ്റിക്സ്. സോ ക്യൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള, അതായത് ഒരു സ്ത്രീ പുരുഷനെ അട്രാക്റ്റഡ് ആകുന്നതല്ല, പകരം എന്താണ്, സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ളവരെയാണ് പലപ്പോഴും ക്യൂർ തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്, അതായത് ഗേ ഓർ ലെസ്ബിയൻസ്. സോ ഗേ ആൻഡ് ലെസ്ബിയൻ ലിബറേഷൻ ആൻഡ് ക്യൂർ തിയറിയാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. സോ ഗേ ലിബറേഷൻ മൂവ്മെന്റ് 1960s 70s നടന്ന ഗേ ലിബറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന ഗേ ആൻഡ് ലെസ്ബിയൻ എന്നുള്ള ഈ ടെർമിനോളജികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗം ആദ്യമായിട്ട് മുന്നോട്ട് വന്നത്. സോ ഇതൊരു റാഡിക്കൽ പൊളിറ്റിക്കൽ ആക്ട് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതായത് ഇവിടെ ഒരു റീക്ലെയിമിംഗ് ഓഫ് ഐഡന്റിറ്റി ആണ് നടന്നത്. അതായത് ഈ
ദ ഗേ ലിബറേഷൻ മൂവ്മെന്റിന് മുമ്പായിട്ട് സെയിം സെക്സ് ഡിസയേഴ്സ് ഉള്ള, അതായത് സ്ത്രീ സ്ത്രീനെയും പുരുഷൻ പുരുഷനെയും അട്രാക്റ്റഡ് ആകുന്ന ഈ ഒരു അട്രാക്ഷന് പലപ്പോഴും ഒരു രോഗം അല്ലെങ്കിൽ ഒരു മാനസിക രോഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനലൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതിനൊരു ക്രൈം ആയിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിച്ചിരുന്നത്. സോ ഈ ഒരു ടെർമിനോളജി ഗേ ആൻഡ് ലെസ്ബിയൻ എന്നുള്ള ഈ ഒരു പ്രയോഗം വഴി തന്നെ ആദ്യം അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ദേ കുഡ് റീക്ലെയിം ദെയർ ഐഡന്റിറ്റി. മറ്റൊന്ന് ഇസ് ദി അസേർഷൻ ഓഫ് പ്രൈഡ്, അതായത് ക്ലെയിമിംഗ് ദീസ് ലേബിൾസ് അലൗഡ് ഇൻഡിവിജ്വൽസ് ടു മൂവ് ഫ്രം ബീങ് പേഷ്യൻസ് ഓർ ക്രിമിനൽസ് ടു ബിക്കമിങ് എ കമ്മ്യൂണിറ്റി വിത്ത് ഷെയർഡ് ഐഡന്റിറ്റി ആൻഡ് സിവിൽ റൈറ്റ്സ്. സോ അവർക്ക് ഈ ഒരു ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ എന്നുള്ള ടേം ഉപയോഗിക്കാൻ കഴിയുന്നത് വഴി, ആ ലേബൽ കൊണ്ട് എന്തിനു സാധിച്ചു? അവരെ പേഷ്യൻസ് ആയിട്ട്, മെന്റൽ രോഗികളായിട്ടും ക്രിമിനൽസ് ആയിട്ടും ലേബൽ ചെയ്യുന്നതിൽ നിന്ന് മാറി അവർക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറാനായിട്ട് സാധിച്ചു. ആ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോഴത്തേക്ക് അവരൊരു ഷെയർഡ് ഐഡന്റിറ്റി ഉള്ളവരും സിവിൽ റൈറ്റ്സ് ഉള്ളവരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റി മാറുകയാണ്. മറ്റൊന്ന് പറഞ്ഞു റെസിസ്റ്റൻസ്, അതായത് ദിസ് ഷിഫ്റ്റ് ചാലഞ്ച് ദി മെഡിക്കൽ ആൻഡ് ലീഗൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് പവർ ടു ഡിഫൈൻ വാട്ട് വാസ് നാച്ചുറൽ വേഴ്സസ് അബ്നോർമൽ. സോ ഇതിനു മുമ്പായിട്ട് എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് ആണ് നോർമൽ എന്നാണ് സൊസൈറ്റി അവിടെ കാഴ്ചവെച്ചിരുന്നത്. സോ ആ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് ഇവരെ അബ്നോർമൽ ആയിട്ട് പറയുന്നതിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ആ അബ്നോർമൽ ആയിട്ട് കാഴ്ചവെക്കുന്നതിന് എതിരെ പോരാടാനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് തുടങ്ങുകയാണ്. സോ ആ റെസിസ്റ്റൻസ് വഴി എന്താണ്? അവർക്ക് മെഡിക്കലായിട്ടും ലീഗലായിട്ടും കിട്ടേണ്ട അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റുന്ന പവർ കപ്പാസിറ്റിയുടെ ഒരു തുടക്കമായിരുന്നു. മറ്റൊന്ന് is the intersections with other movements, അതായത് ഈ ലിബറേഷൻ മൂവ്മെന്റ് did not exist in a vacuum. ഈ ഗേ ലിബറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരിടത്ത് പൊട്ടിമുളച്ചതല്ല. ഇറ്റ് ബോറോഡ് ഫ്രം ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു അതർ സോഷ്യൽ ജസ്റ്റിസ് കോസസ്. സോ ഇവരുടെ ഈ മൂവ്മെന്റ് അവരിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടില്ല, പകരം എന്താണ്, മറ്റ് മൂവ്മെന്റ്സിൽ നിന്ന് കടമെടുക്കുകയും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും സോഷ്യൽ ജസ്റ്റിസ്, ഒരു ലാർജർ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പല ഘട്ടങ്ങളിലും വാദിച്ചിട്ടുണ്ട്. അതായത് അത് ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ആവശ്യത്തിന് വേണ്ടിയും സിവിൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ടും ഉണ്ട്. സോ ഫെമിനിസത്തിന്റെ ഭാഗമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ലെസ്ബിയൻസ് ആർ സെൻട്രൽ ടു ദി ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. സോ മെയിൻ സ്ട്രീം ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ either വൈറ്റ് വിമൻ അല്ലെങ്കിൽ റേഷ്യൽ പല ഇന്റർസെക്ഷനാലിറ്റി വെച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ കുറവായിരുന്നു. സോ പലപ്പോഴും എന്തായിരുന്നു, വൈറ്റ് വിമൻ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം വിമന്റെ ആവശ്യങ്ങളായിരുന്നു വന്നിരുന്നത്. സോ ഈ ഒരു ലിബറേഷൻ മൂവ്മെന്റ് എന്തും കൂടെ ചെയ്തു, ഫെമിനിസത്തിന്റെ ഭാഗമാകുന്നത് വഴി ലെസ്ബിയൻസ് ആയിട്ടുള്ള സ്ത്രീകളെയും ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമാക്കാനായിട്ട് കഴിഞ്ഞു. ആ ഭാഗമാക്കുന്നത് വഴി എന്ത് ചെയ്തു, അവരുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അവർ നേരിടുന്ന, അവർ ചോദ്യം ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെയും സ്ത്രീകളുടെ മേലിൽ ഏൽപ്പിക്കപ്പെടുന്ന സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഡൊമസ്റ്റിക് എക്സ്പെക്ടേഷൻസിന്റെയും എതിരെ പോരാടാനായിട്ട് ഒരു ഭാഗമാകാൻ സാധിച്ചു. മറ്റൊന്ന് പറഞ്ഞാൽ സിവിൽ റൈറ്റ്സിന്റെ ഭാഗമാകുക എന്ന് വെച്ചാൽ the movement adopted tactics from the African American civil rights movement such as civil disobedience and direct action to demand visibility and legal change. So ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ ലിബറേഷൻ മൂവ്മെന്റ് എന്തും കൂടെ ചെയ്തു, സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ആകാനായിട്ട് അവര് എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ എടുത്തത്? ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് സിവിൽ ഡിസൊബീഡിയൻസും ഡയറക്റ്റ് ആക്ഷൻ പോലത്തെ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ടും ഉപയോഗിച്ചു. സോ എങ്ങനെയാണ് ഈ ക്വയർ എന്ന് പറയുന്ന ഇത് ടേം ക്വയർ രൂപം കൊണ്ടെന്നുള്ളതാണ്. സോ ഇതിന്റെ പിറകിൽ ഒരു കോംപ്ലെക്സ് ഹിസ്റ്ററി ഉണ്ട് ആൻഡ് ഇറ്റ് സെർവ്സ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ടുഡേ. ഈ ക്യൂർ എന്ന് പറയുന്നത് ഇപ്പോ എന്താണ്, ഒരു അംബ്രല്ല ടേം ആണ്. അതായത് LGBTQ+ എന്ന് പറയുന്ന ഈ ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള വ്യക്തികളെ എല്ലാം
ഒത്തുചേർന്ന് നമുക്ക് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. ആൻഡ് വൈൽ മെനി യങ്ങർ activists have reclaimed queer as the term of pride, some older generation or specific marginalized groups still find it offensive due to its history as a slur. So ഇപ്പോഴത്തെ കാലത്ത് ക്യൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനൊരു പ്രൈഡ് ഉള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ടെർമിനോളജി ആയിട്ടാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മൾ അതിനെ പ്രയോഗിക്കുന്നത്. പക്ഷേ പണ്ടത്തെ ജനറേഷൻ ഇതേ വാക്കിന് എന്തായിട്ടാണ്, ഈ വാക്കിനെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഇതിന് ഒരു സ്ലർ അല്ലെങ്കിൽ ഇതിന് ഒരു നെഗറ്റീവ് ടെർമിനോളജി ആയിട്ടാണ് പ്രയോഗിക്കപ്പെട്ടിരുന്നത്. സോ ഇൻട്രസ്റ്റിംഗ്ലി സം ഹെട്രോസെക്ഷൽ ഇൻഡിവിജ്വൽസ് നൗ യൂസ് ക്യൂർ ഇഫ് ദ personal gender expression or lifestyle does not align with traditional societal expectations. So ഇപ്പൊ ഈ ഒരു ക്യൂർ എന്ന് പറയുന്ന വാക്കിന് എന്ത് തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സെക്ഷൽ ഓറിയന്റേഷൻ വെച്ചുകൊണ്ട് മാത്രമല്ല, പകരം ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവർക്ക് സൊസൈറ്റി ട്രഡീഷണലി ഒരു ജെൻഡറിന് വ്യാഖ്യാനിച്ചിട്ടുള്ള റോൾസുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ പേഴ്സണൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അവതരിപ്പിക്കാനായിട്ട് ദേ യൂസ് ദിസ് ടെർമിനോളജി. സോ ക്യൂർ തിയറി പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ചാലഞ്ചിങ് ദ norms. അതായത് ക്യൂർ തിയറി ഇസ് an academic and political framework that emerged to critique how we understand identity. സോ ഈ ഒരു തിയറി ഉത്ഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു അക്കാഡമിക് ആയിട്ടും പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ടാണ് മുന്നോട്ട് വന്നത്. ദാറ്റ് ഇസ് ബേസിക്കലി ടു ക്രിട്ടീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഐഡന്റിറ്റി. സോഷ്യലി അല്ലെങ്കിൽ ട്രഡീഷണലി നിലനിൽക്കുന്ന സോഷ്യൽ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ഐഡന്റിറ്റീസിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിന് മനസ്സിലാക്കാനുമായിട്ട് അല്ലെങ്കിൽ അതിന് ബദലായിട്ട് വരുന്നതിന് ഉൾക്കൊള്ളാനായിട്ടാണ് ഈ ഒരു തിയറി വന്നത്. സോ ഇതിന്റെ കുറച്ച് 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഇസ് ആന്റി എസെൻഷ്യലിസം. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് റിജക്ട്സ് ദി ഐഡിയ ദാറ്റ് ഐഡന്റിറ്റീസ് സച്ച് ആസ് ജെൻഡർ, സെക്സ് ഓർ സെക്ഷുവാലിറ്റി ആർ ഫിക്സ്ഡ്, ഇനേറ്റ് ഓർ പ്രീ ഡിറ്റർമിൻഡ്. സോ എസെൻഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണലി ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അബൌട്ട് ജെൻഡർ, സെക്സ് ഓർ സെക്ഷുവാലിറ്റി. സോ ഈ 3 കാര്യങ്ങൾ, അതായത് ജെൻഡർ ആയാലും സെക്സ് ആയാലും സെക്ഷുവാലിറ്റി ആയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് അതൊരിക്കലും ഫിക്സ്ഡ് ആണെന്നോ അല്ലെങ്കിൽ മാറ്റം വരാൻ സാധിക്കാത്തതോ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല പറയുന്നത്. പകരം എന്താണ്, ഒരു ഫ്ലൂയിഡിറ്റി ഇവിടെ ക്യൂർ തിയറിയുടെ ഭാഗമാകുകയാണ്. അതായത് ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് ഐഡന്റിറ്റി ഇസ് അൺസ്റ്റേബിൾ ആൻഡ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ഓർ അക്രോസ് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. സോ ഫ്ലൂയിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ട്രഡീഷണലി ഉള്ള അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല. അതായത് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ ഓർ ഫീമെയിൽ, ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് മെൻ ഓർ വിമൻ, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ ഓർ ഫീമെയിൽ, ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഹെട്രോസെക്ഷൽ ആൻഡ് ഹോമോസെക്ഷൽ. ഈ ഡിബേറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രഡിക്ഷൻസിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് മാത്രം ഫിക്സ്ഡ് ആയിട്ട് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പകരം എന്താണ്, ഫ്ലൂയിഡിറ്റി ഇസ് പോസിബിൾ. അതായത് ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അൺസ്റ്റേബിൾ ആണെന്നും കാലാകാലങ്ങളായിട്ട് സമയവും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് സീസ് ടു ബ്രേക്ക് ഡൗൺ ദി ഐദർ ഓർ കാറ്റഗറീസ്. അതായത് either മെയിൽ ഓർ either ഫീമെയിൽ, അല്ലെങ്കിൽ ഗേ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഈ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഈ ബൈനറീസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ ക്യൂർ തിയറി ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ക്രിട്ടീക്കിംഗ് ഹെട്രോനോർമേറ്റിവിറ്റി. അതായത് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ ഡിഫോൾട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്, എവരി വൺ ഇസ് ഹെട്രോസെക്ഷൽ. അതായത് മാൻ, വിമൻ അല്ലെങ്കിൽ men and women are attracted to each other എന്നുള്ള ഈ ഹെട്രോനോർമേറ്റീവ് ആയിട്ടുള്ള ആ ഡിഫോൾട്ട് ആൻഡ് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നിന്ന് മറുത്ത് വരുന്ന അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ക്യൂർ തിയറിയുടെ ഒരു പ്രധാന ഭാഗം. സോ ദ ക്യൂർ ക്രിട്ടീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യൂർ തിയറി പൊളിറ്റിസൈസസ് ദീസ് നോംസ്, ഷോയിങ് ദാറ്റ് ദേ ആർ സോഷ്യൽ കൺസ്ട്രക്ട്സ് യൂസ് ടു മെയിൻറ്റെയിൻ പവർ. സോ ഈ തരത്തിലുള്ള ഡിഫോൾട്ട് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന മെയിൽ, ഫീമെയിൽ, ഗേ, സ്ട്രേറ്റ് എന്നുള്ള ഈ തരത്തിലുള്ള ജെൻഡർ റോൾസ്
എന്താണ് അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നും ആ സോഷ്യലി നമ്മൾ ഇതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനാണ് പവർ മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടെന്നാണ് ക്യൂർ തിയറിയുടെ ഒരു criticism. So by acknowledging fluidity, it challenges the dominance of these traditional standards in both academic research and everyday life. So ഈ പറയുന്ന പോളറൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബൈനറീസിൽ ഒതുങ്ങാതെ ഫ്ലൂയിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തിനു സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ചാലഞ്ചസ് ട്രഡീഷണലി നിലനിൽക്കുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഈ കാറ്റഗറീസിനെ ചാലഞ്ച് ചെയ്യുന്നു എന്നാണ് ഒരു ക്യൂർ ക്രിട്ടിക്. സോ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി നോക്കുമ്പോഴത്തേക്ക് മിഷേൽ ഫൂക്കോ ഇതിന്റെ ഒരു പ്രധാന ഭാഗമാകുകയാണ്. അതായത് ഇൻ ദി ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ഫൂക്കോ ആർഗ്യൂസ് ദാറ്റ് ഹോമോസെക്ഷുവാലിറ്റി ആസ് വി നോ ഇറ്റ് ടുഡേ is a relatively modern invention. സോ അതായത് മിഷേൽ ഫൂക്കോ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ വർക്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി, നമുക്ക് ഇന്ന് ഹോമോസെക്ഷുവാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ആശയം അത് കുറച്ചും കൂടെ എന്താണ് ഒരു മോഡേൺ ഇൻവെൻഷൻ ആണ്. അതായത് ഒരു 1870s കാലഘട്ടത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയ ഒരു വ്യാഖ്യാനമാണ്. സോ പ്രീ 19th സെഞ്ചുറീസിൽ, അതായത് 19th സെഞ്ചുറിയുടെ തുടക്കകാലത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് സൊസൈറ്റിയുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഈസ് ഫോക്കസ്ഡ് ഓൺ സെക്ഷുവൽ ആക്ട്സ്. സോ സോഡോമി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ, അതായത് പ്രീ 19th സെഞ്ചുറി കാലഘട്ടത്തിൽ സൊസൈറ്റി ഫോക്കസ് എവിടെയായിരുന്നു എന്നാണ് സെക്ഷുവൽ ആക്ട്സ് ലൈക്ക് സോഡോമി എന്ന് പറയും. സോഡോമി എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ, അതായത് റീപ്രൊഡക്ഷനിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സെക്ഷുവൽ ആക്ട്സ് അല്ല, ഏണൽ സെക്സ് പോലത്തെ സെക്ഷുവൽ ആക്ട്സിനെ കുറിച്ച് ആയിരുന്നു ഫോക്കസ് എന്നായിരുന്നു. സോ ദീസ് വർ സീൻ ആസ് സിൻഫുൾ ഓർ ഇല്ലീഗൽ ഡീഡ്സ് എനിവൺ കുഡ് കമ്മിറ്റ് ബട്ട് ദേ ഡിഡ്ന്റ് ഡിഫൈൻ എ പേഴ്സൺസ് എൻറ്റയർ ഐഡന്റിറ്റി. സോ ഈ തരത്തിലുള്ള സോഡോമി പോലത്തെ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ട്സിൽ ഏർപ്പെടുന്നത് പണ്ട് കാലത്ത് ആ ഒരു 19th സെഞ്ചുറിക്ക് മുമ്പായിട്ട് എന്തായിരുന്നു, അതിനെ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ഒരു വിഭാഗത്തിലേക്ക് ഒതുക്കിയിട്ടില്ലായിരുന്നു. സോ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഭാഗമാകുന്നത് വഴി എന്താണ്, ഇറ്റ് ഡിഡ് നോട്ട് ഡിഫൈൻ എ പേഴ്സൺസ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയന്റേഷൻ അതിൽ കൂടെ തീരുമാനിക്കപ്പെടുകയല്ലായിരുന്നു. ലേറ്റർ 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് മെഡിക്കൽ ആൻഡ് സയന്റിഫിക് ഡിസ്കോഴ്സസ് ക്രിയേറ്റഡ് ദിസ് ന്യൂ കാറ്റഗറി ഓഫ് ഐഡന്റിറ്റി. സോ പിന്നീട്, അതായത് ലേറ്റ് 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, മെഡിക്കൽ ടെർമിനോളജീസും സയന്റിഫിക് കാഴ്ചപ്പാടുകളുടെയും വരവോടെയാണ് ഇങ്ങനൊരു ഈ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഡോമി പോലത്തെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളുകളെ ഒരു ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് പറയാൻ തുടങ്ങിയത്, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഐഡന്റിറ്റി ഉള്ളവരായിട്ട് പറയാൻ തുടങ്ങിയത്. സോ ദി ഹോമോസെക്ഷൽസ് ബിക്കെയിം എ സ്പീഷീസ്, എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് persons whose entire nature, past and interior androgyny were defined by their desires. So ഈ ഒരു വ്യാഖ്യാനം മെഡിക്കലിയും സയന്റിഫിക്കലിയും ഇങ്ങനെ ഒരു പുതിയൊരു കാറ്റഗറി ഓഫ് ഐഡന്റിറ്റി ആയിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഹോമോസെക്ഷൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്പീഷീസ് കണക്ക് ഇവരെ കാഴ്ചവെക്കുകയാണ്. ആൻഡ് ആ കാഴ്ചവെക്കുന്നത് വഴി എന്താണ്, അവരെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിട്ട് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതായത് അവരുടെ നേച്ചർ, പാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇന്റീരിയർ ആൻഡ്രോജനി എല്ലാം എന്താണ് ഈ ഒരു അവർക്കുണ്ടാകുന്ന ഡിസയറിൽ കൂടെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സോ ദിസ് categorization wasn't just for medicine, it was a way for the state to monitor and regulate the population. ഈ ഒരു വ്യാഖ്യാനത്തിൽ നമ്മൾ എന്താണ് പ്ലേസ് ചെയ്യേണ്ടത്, അവിടെ നോളജ് ആൻഡ് പവറിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അതാണ് കാണേണ്ടത്. കാരണം എന്താണ്, ഇതുവഴി സ്റ്റേറ്റിന് എങ്ങനെ
ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള വ്യാഖ്യാനമാണ് അവിടെ വന്നത്. So the emergence of sexual categories was tied to the needs of the 19th century society. So 19th century society ഉണ്ടായിരുന്ന സോഷ്യൽ സിറ്റുവേഷൻ ആണ് ഈ തരത്തിലുള്ള സെക്ഷൽ കാറ്റഗറീസിന് രൂപം കൊണ്ടത്. So bourgeois family ne vechukondu parayana, the productive unit of capitalism was the family designed to produce future workforce. So bourgeois family യുടെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു? ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ജനറേഷൻ ലേബർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഫാമിലീസിനെ കണ്ടിരുന്നത്. സോ എനിത്തിങ് ദാറ്റ് ഡിഡ്ന്റ് ലീഡ് ടു റീപ്രൊഡക്ഷൻ was labeled abnormal or a problem that needed medical intervention or social control. So ഈ തരത്തിൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലേബറിന് റീപ്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത എന്തൊരു തരത്തിലുള്ള സെക്ഷുവൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ടിനെയും എന്തായിട്ട് ലേബൽ ചെയ്യാൻ തുടങ്ങി? അബ്നോർമൽ ആയിട്ടും ഒരു രോഗമായിട്ടും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. സോ ഇതുവഴി എന്ത് സംഭവിച്ചു? പ്രൊട്ടക്ടിങ് പ്യൂരിറ്റി എന്നുള്ള ഒരു ഐഡിയ വരികയാണ്. അതായത് സ്റ്റഡീസ് ഓൺ വിമൻ, ചിൽഡ്രൻ ആൻഡ് ദി വർക്കിംഗ് ക്ലാസ് വർ ഓൾ part of a larger project to ensure healthy, procreative and manageable population. So ഇതെല്ലാം ഡീവിയന്റ് അല്ലെങ്കിൽ അബ്നോർമൽ ആൻഡ് പ്രോബ്ലം ആയിട്ട് ലേബൽ ചെയ്യുന്നത് വഴി എന്താണ് അവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്? ആ ഒരു ക്യാപിറ്റലിസത്തിൽ ഊന്നു നിൽക്കുന്ന സൊസൈറ്റിക്ക് ആവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. So queer theory suggests that these categories are not equal opposites. സോ ഈ ഹെട്രോ ഹോമോ സെക്ഷുവൽ എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് ക്യൂർ തിയറി എന്താണ് പറയുന്നത്? ദ ആർ നോട്ട് ഈക്വൽ ഓപ്പോസിറ്റ്സ്. അതായത് കൺസെപ്ച്വൽ പ്രയോറിറ്റി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ദ ഹോമോസെക്ഷൽസ് വാസ് ഓഫൻ ഡിഫൈൻഡ് ഫസ്റ്റ് ആസ് എ മെഡിക്കൽ അബ്നോർമാലിറ്റി ഇൻ order to establish heterosexuality as the healthy invisible norm. So ഹോമോസെക്ഷുവലിനെ ഒരു ഡീവിയന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അബ്നോർമാലിറ്റി ആയിട്ട് കാഴ്ചവെക്കുന്നത് വഴി എന്തിനാണ് ശ്രമിച്ചത്? ഹെട്രോസെക്ഷുവൽ ആണ് നോർമലും ഹെൽത്തിയർ ഓപ്ഷൻ എന്നുള്ളതാണ് അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. സോ ദി ഡോമിനന്റ് ഗ്രൂപ്പ് ക്രിയേറ്റ്സ് ദി നോർമൽ അബ്നോർമൽ ബൈനറി ടു മെയിൻറ്റെയിൻ സോഷ്യൽ സ്റ്റാൻഡേർഡ്. സോ ഈ ഒരു ഡിവിഷൻ സൃഷ്ടിക്കുന്നത് വഴി എന്താണ്? നോർമൽ അബ്നോർമൽ ഡിവിഷൻ സൃഷ്ടിക്കുന്നത് വഴി ലാർജർ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ആവശ്യം നിർവഹിക്കാൻ കഴിയുന്ന രീതിക്കുള്ള സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡോമിനന്റ് ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റ് നിലനിർത്താൻ കഴിയുകയാണ്. സോ വിതൗട്ട് ദി കാറ്റഗറി ഓഫ് ഹോമോസെക്ഷൽ ദി കാറ്റഗറി ഓഫ് ഹെട്രോസെക്ഷൽ വുഡ് ഹാവ് നോ മീനിങ്. സോ ഹോമോസെക്ഷൽസ് എന്നുള്ള ഒരു കാറ്റഗറി ഇല്ലെങ്കിൽ തന്നെ എന്താണ്? ബൈ ഡിഫോൾട്ട് ഹെട്രോസെക്ഷൽ എന്താവുകയാണ്? നോർമൽ. അവർക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഉണ്ടാകത്തില്ല. സോ ഇറ്റ് ഇസ് ക്രൂഷ്യൽ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹൗ ആൻ ഇൻഡിവിജ്വൽ ഫീൽസ് ആൻഡ് ഹൗ സൊസൈറ്റി ലേബിൾസ് ദം. സോ ഇവിടെ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്ഷൻ വേഴ്സസ് ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള ആ ഒരു ഡിബേറ്റ് ആണ്. അതായത് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ്. ദ ലേബിൾസ് ആൻഡ് മീനിങ്സ് വി ഗിവ് ടു ഡിസയേഴ്സ്. ഇപ്പൊ സെക്ഷൽ ഡിസയറിന് നമ്മൾ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയന്റേഷൻ വെച്ചുകൊണ്ട് അവരെ ഗേ ആണ് അല്ലെങ്കിൽ ലെസ്ബിയൻ ആണ്, ദ സ്ട്രേറ്റ് ഓർ ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ തരത്തിലുള്ള ലേബിൾസും ഈ ലേബിൾസുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അർത്ഥം എല്ലാം എന്താണ്? ഇറ്റ് ഇസ് ഷേപ്ഡ് ബൈ a historical understanding and the given cultural context. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഐഡന്റിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആണ്. പകരം എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് നെസസറിലി എ ചോയ്സ്. റെക്കഗ്നൈസിംഗ് ദാറ്റ് ഐഡന്റിറ്റി ഇസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡസ് നോട്ട് മീൻ ആൻ ഇൻഡിവിജ്വൽ സിംപ്ലി ചൂസസ് ദ ഫീലിംഗ്സ്. സോ ഇത് എന്താണ്? ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യലി നിർമ്മിക്കപ്പെടുന്നതായതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് വെറുതെ എന്താണ്? ചൂസ് ചെയ്യുന്നതല്ല. ഇറ്റ് മീൻസ് ദ ഫ്രെയിം വർക്ക് വി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദോസ് ഫീലിംഗ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ആ കൾച്ചർ. സോ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്ക് എന്താണ്? നമ്മളിലേക്ക് കൾച്ചർ ഏൽപ്പിച്ചേക്കുന്ന കുറെ അണ്ടർസ്റ്റാൻഡിങ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ while specific sexual acts might be universal across history, the identity associated with those acts varies from society to society. So act versus identity എന്നുള്ളതാണ്. അതായത്
സ്പെസിഫിക് ആയിട്ടുള്ള ചില സോഷ്യൽ സെക്ഷൽ ആക്ട്സിന് എന്താണ്, അതിന് യൂണിവേഴ്സലി ചരിത്രപരമായിട്ട് അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. സോ ദ ഐഡന്റിറ്റി അസോസിയേറ്റഡ് വിത്ത് ദോസ് ആക്ട്സ് വാരീസ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. സോ ഓരോ യൂണിവേഴ്സലി അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള സൊസൈറ്റീസിൽ എന്താണ്, ദീസ് മേ ഹാവ് ഡിഫറെന്റ് മീനിങ്സ്. സോ ഈ ക്യൂർ തിയറി എന്ന് പറയുന്നത് ഒരു ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ആണ്. ആൻഡ് 1980s ലേറ്റ് 1980s ഇത് ആദ്യമായിട്ട് എമേർജ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ് വാസ് പ്രൈമർലി ചാലഞ്ചിങ് ദ നാച്ചുറൽനെസ് ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. നമ്മൾ നോർമൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് വ്യാഖ്യാനിക്കുന്ന നാച്ചുറൽനെസ്സിനെ റിഗാർഡിംഗ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയുടെ നാച്ചുറൽനെസ്സിനെ ചാലഞ്ച് ചെയ്യാനായിട്ടാണ് ഈ തിയറി വന്നത്. സോ ഇറ്റ് മൂവ്സ് ബിയോണ്ട് ജസ്റ്റ് സ്റ്റഡിങ് ഗേ ആൻഡ് ലെസ്ബിയൻ ടോപ്പിക്സ്. സോ ഇത് എന്തിന്റെ അപ്പുറം പോകുന്നു, ഗേ ആൻഡ് ലെസ്ബിയൻ ടോപ്പിക്സിന്റെ പുറമെ പോകുന്ന കാര്യങ്ങളാണ് ക്യൂർ തിയറിയിൽ വരുന്നത്. So queer theory എന്ന് പറയുമ്പോഴത്തേക്ക് it isn't a single idea but a collection of analytical models. It draws heavily from പോസ്റ്റ് സ്ട്രക്ചറലിസം. സോ ഇത് സോഷ്യോളജിയിലുള്ള തന്നെ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസം തിയറിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിന്റെ പ്രധാന വക്താക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് മിഷേൽ ഫൂക്കോ, ജാക്കസ് ലാക്കാൻ ആൻഡ് ഡെറീഡ. ഇത്രയും പേരാണ് ക്യൂർ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താക്കളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. സോ ജൂഡിത്ത് ബട്ട്ലർ ആൻഡ് ജെൻഡർ ട്രബിൾ. 1990s ജൂഡിത്ത് ബട്ട്ലർ പുറത്തു കൊണ്ടുവന്ന ഒരു വർക്കാണ്. സോ ഇതിൽ ഷീ ടോക്സ് അബൌട്ട് ജെൻഡർ ട്രബിൾ, അതായത് ജെൻഡർ ആസ് എ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പെർഫോമിംഗ് വസ്തുവായിട്ട് ജെൻഡറിനെ പറയുന്നതാണ്. സോ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് മിസ് അണ്ടർസ്റ്റുഡ് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി ആയിട്ടാണ് പറയുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് എ കോസ്റ്റ്യൂം. അതായത് performativity does not mean we wake up and choose a gender like a role or a suit of clothes. അതായത് എന്താണ് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് കൊണ്ട് ഇതാണ് എന്റെ ജെൻഡർ ആൻഡ് ടുഡേ ദിസ് ഇസ് വാട്ട് ഐ എം ഗോണ ബി എന്നുള്ള ആ ഒരു ഇതല്ല. മറ്റൊന്ന് ജെൻഡർ ഇസ് പ്രൊഡ്യൂസ് ത്രൂ ദി സ്റ്റൈലൈസ്ഡ് റെപ്പിറ്റേഷൻ ഓഫ് ആക്ട്സ്. അതായത് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ നിന്നും സംസാരത്തിൽ നിന്നും ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ആണ് ജെൻഡർ ആസ് ഓഫ് നൗ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പ്രവർത്തിച്ചു വരുന്നത്. Because we see these acts repeated every day, we believe there is an internal natural gender inside the person. So നമ്മളിത് നിരന്തരം ഡേ ടു ഡേ ഏർപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ ഇന്റേണലി എന്താണ് ചിന്തിക്കുന്നത്, എല്ലാ വ്യക്തിയുടെയും ഉള്ളിൽ ഈ പറയുന്ന പോലെ ഒരു ജെൻഡർ ഉണ്ടെന്നുള്ളതാണ്. സോ ബട്ട്ലർ ആർഗ്യൂസ് ദി ആക്ട് ആക്ച്വലി ക്രിയേറ്റ്സ് ദി ഐഡന്റിറ്റി. സോ ജൂഡിത്ത് ബട്ട്ലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഏർപ്പെടുന്ന ടാസ്ക് അല്ലെങ്കിൽ ഏർപ്പെടുന്ന ജോലി ആണ് ഈ പറയുന്ന എന്ത് തീരുമാനിക്കുന്നത്, അവരുടെ ജെൻഡർ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നതാണ്. സോ she goes on to say the construction of sex. അതായത് ബട്ട്ലർ goes further than many feminists by arguing that even biological sex is socially constructed. സോ ബട്ട്ലറും എന്ത് ചെയ്യുന്നു, മറ്റ് ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ തന്നെ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി സൃഷ്ടിക്കപ്പെടുന്ന വസ്തുവല്ല, പകരം എന്താണ് സോഷ്യലി സൃഷ്ടിക്കപ്പെടുന്നതാണ്. So the way we categorize bodies as male or female is filtered through cultural lenses and heteronormative taboos. So നമ്മൾ ഈ പറയുന്ന രീതിക്ക് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കൾച്ചറൽ വ്യാഖ്യാനത്തിലൂടെയും ഹെട്രോനോർമേറ്റീവ്, അതായത് ഹെട്രോനോർമേറ്റിവിറ്റീനെ നമ്മൾ നോർമൽ ആയിട്ട് കരുതുന്ന മാൻ is attracted to women and vice versa എന്നുള്ള ഇതിന് വിരുദ്ധമായിട്ട് വരുന്ന ടബൂസ് ആണ് ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ആൻഡ് സൊസൈറ്റി റിക്വയർസ് സ്റ്റേബിൾ സെക്സസ് ടു ജസ്റ്റിഫൈ സ്റ്റേബിൾ genders, which in turn justifies heterosexuality as the norm. സോ സൊസൈറ്റിക്ക് എന്ത് ആവശ്യമാണ്, ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണ്. ആൻഡ് ദാറ്റ് സ്റ്റെബിലിറ്റി ഹാസ് ടു ബി ദെയർ ഇൻ സെക്സസ് ആൻഡ് ജെൻഡറിന്റെ കാര്യത്തിലും ഈ ഒരു സ്റ്റെബിലിറ്റി വേണം. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന്
സ്റ്റേബിൾ ആയിട്ട് സൊസൈറ്റിക്ക് പറയാൻ കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ജസ്റ്റിഫൈ ഹെട്രോസെക്ഷുവാലിറ്റി. അങ്ങനെ ഒരു ഡിവിഷനിലേക്ക് ഒതുങ്ങാൻ കഴിഞ്ഞാൽ ഹെട്രോസെക്ഷുവാലിറ്റി നോർമൽ ആണെന്നും ദാറ്റ് ഷുഡ് ബി ദ നോം എന്നുള്ളത് സ്ഥാപിക്കാൻ സാധിക്കും. സോ ബട്ട്ലർ സെൽഫ് ആൻഡ് ദി അതർ എന്ന് പറയുമ്പോഴത്തേക്ക്, സെൽഫ് എന്ന് പറയുന്നത് ബട്ട്ലർ പറയുന്നത് നമുക്ക് ഐസൊലേഷനിൽ ഞാൻ ആരാണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പകരം എന്താണ്, എന്നെ തന്നെ എനിക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് ഇൻ കമ്പാരിസൺ ടു സംതിങ് എൽസ് അല്ലെങ്കിൽ സംബഡി എൽസ് ചെയ്താൽ മാത്രമേ കഴിയത്തുള്ളൂ. സോ അവിടെ എന്താണ്, ഒരു റിലേഷണൽ ഐഡന്റിറ്റി ആണുള്ളത്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് എ ടെൻഷൻ ബിറ്റ്വീൻ വാണ്ടിങ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ വാലിഡ് സബ്ജക്ട് ഇൻ സൊസൈറ്റി വൈൽ മെയിൻറ്റെയിനിങ് എ യുണീക് സെൽഫ് ഫാഷനിങ് ദാറ്റ് ഡസൻ ഫിറ്റ് ഇൻ ടു സ്റ്റാൻഡേർഡ് നോംസ്. സോ ക്യൂർ ബോഡി എന്താണ് ചെയ്യുന്നത്, അവിടെ ഒരു ടെൻഷൻ ആണ് കാഴ്ചവെക്കുന്നത്. അതായത് സൊസൈറ്റി നമ്മളെ ഒരു വാലിഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് അംഗീകരിക്കണം. പക്ഷെ ആ അംഗീകാരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ അംഗീകാരത്തിൽ എന്ത് നഷ്ടപ്പെടാൻ പാടില്ല, അവർ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള നോംസിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന അവരുടെ ആ യുണീക്നെസ് നഷ്ടപ്പെടാൻ പാടില്ല. സോ സിൻസ് ജെൻഡർ റിക്വയർസ് കോൺസ്റ്റന്റ് റിപ്പിറ്റേഷൻ ടു എക്സിസ്റ്റ്, ഇറ്റ് ഓൾസോ ഓഫേഴ്സ് എ ചാൻസ് ഫോർ റെസിസ്റ്റൻസ്. സോ ബട്ട്ലർ പറഞ്ഞ എന്താണ്, റിപ്പീറ്റഡ് ആക്ട്സ് വഴിയാണ് ജെൻഡർ എന്ത് ജെൻഡർ ആണെന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ഒരു ജെൻഡർ എന്നുള്ള ബോധം നമുക്ക് കിട്ടുകയും ആ ജെൻഡറിലേക്ക് നമ്മൾ കൺഫൈൻഡ് ആകപ്പെടുന്നതും എന്നുള്ളതാണ് ബട്ട്ലർ പറഞ്ഞത്. So since gender requires this constant repetition to exist, it offers a chance for resistance. So ഈ റിപ്പീറ്റഡ് ആക്ട്സിൽ കൂടെ നമ്മൾ ജെൻഡർ ആണെന്ന് മനസ്സിലാക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു, അവിടെ നമുക്ക് അതിനെതിരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. So by repeating the acts differently or purely, individuals can subvert and change social norms. So ജെൻഡർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഒരേപോലെ ഒരേ രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യൂർ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പോലെ ജെൻഡർ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരേ രീതിക്ക് ആകപ്പെടില്ല ആൻഡ് സോഷ്യൽ നോംസ് അതുവഴി മാറ്റാൻ കഴിയും. So theoretical sense, they say that everyone is cure. അതായത് in a theoretical sense, cure theory suggests that no one perfectly fits the idealized categories of man, women, straight or gay. So അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരും തന്നെ ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നില്ല. എവറി പേഴ്സൺ എക്സ്പീരിയൻസ് ഓഫ് ദെയർ ഓൺ സെക്ഷുവാലിറ്റി ഇസ് യുണീക്. എല്ലാ വ്യക്തിക്കും അവരുടെ സെക്ഷുവാലിറ്റീനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും കടന്നുപോക്കലും എന്താണ്, യുണീക്ക് ആയിട്ടുള്ളതാണ്. സോ അവിടെ ലക്ഷ്യം എന്താണ്, ദ ഗോൾ ഇസ് ഇൻ ജസ്റ്റ് ടു ആഡ് മോർ ലെറ്റേഴ്സ് ടു ദി LGBTQ+ acronym, but to challenge the idea of any category which is fixed, necessary or unchangeable. So ക്യൂർ തിയറി കൊണ്ട് എല്ലാവരും ക്യൂർ ആണെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, LGBTQ+ എന്നുള്ള ഈ ആക്രോണം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഐഡിയ അല്ല. പകരം എന്താണ്, സൊസൈറ്റി ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണ് അല്ലെങ്കിൽ മാറ്റം വരാൻ സാധ്യത ഇല്ലാത്ത ഒരു കാറ്റഗറി ആണെന്ന് പറയുന്ന ഈ ആശയത്തിനെ ചാലഞ്ച് ചെയ്യുന്നതാണ്. സോ കാറ്റഗറീസ് ലൈക്ക് ഹെട്രോസെക്ഷൽ മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സോഷ്യൽ നാവിഗേഷൻ, ബട്ട് ദേ ആർ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ആൻഡ് നോട്ട് ഇറ്റേണൽ ട്രൂത്ത്സ്. സോ ഹെട്രോസെക്ഷൽ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്താണ്, സോഷ്യൽ നാവിഗേഷൻ, ഡേ ടു ഡേ സൊസൈറ്റിക്ക് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനും പ്രയോഗിക്കാനും ഉപയോഗമുള്ളതാണ്. പക്ഷേ നമ്മൾ എന്തും കൂടെ മനസ്സിലാക്കണം, ഇത് ഓരോ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തതാണ്. യഥാകാലം ഇതായിരിക്കണം എന്നില്ല ഇറ്റേണൽ ട്രൂത്ത്. സോ ക്യൂർ പൊളിറ്റിക്സ് ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ടും ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ക്യൂർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ക്യാരീസ് എ യുണീക് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചറൽ ഫോക്കസ്. അതായത് വിസിബിൾ ആയിട്ട് ഒരു മൂവ്മെന്റ് നടന്നത് 1999 അതായത് ഒരു ഗേ പ്രൈഡ് ഇവന്റ് ഇൻ കൊൽക്കത്ത നടന്നപ്പോഴാണ് ആദ്യമായിട്ട് പുറം ലോകത്ത് ഇതിനൊരു വിസിബിലിറ്റി ഇന്ത്യയിൽ ലഭിക്കുന്നത്. സോ ദ മൂവ്മെന്റ് സ്പെസിഫിക്കലി അഡ്രസ്സസ് ഐഡന്റിറ്റീസ് യുണീക് ടു ദി റീജിയൻ സച്ച് ആസ്
ഹിജ്റ അലോങ്സൈഡ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റീസ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ഹിജ്റ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. സോ മേജർ ഫോക്കസ് ഹാസ് ബിൻ പുഷിംഗ് ബാക്ക് അഗൻസ്റ്റ് ലോസ് ദാറ്റ് ക്രിമിനലൈസ്ഡ് സെയിം സെക്സ് ബിഹേവിയർ. സോ സെക്ഷൻ 377 ഇതിനെതിരെ പോരാടുന്നതിലാണ് കൂടുതലും ക്യൂർ പൊളിറ്റിക്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രവർത്തിച്ച് കാണുന്നത്. അതായത് സെയിം സെക്സ് ആക്ടിവിറ്റീസിന് ഒരു ക്രിമിനലൈസ് ചെയ്യുന്നതാണ് സെക്ഷൻ 377. ഇതിനെ ചാലഞ്ച് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ക്യൂർ പൊളിറ്റിക്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടക്കുന്നത്. സോ ഒരു അക്കാഡമിക് തലത്തിൽ ഫോക്കസ് എന്തിലാണ്? ഇറ്റ് ഈസ് ഓൺ ഡോക്യുമെന്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദി മൂവ്മെന്റ് ആൻഡ് അനലൈസിംഗ് ഹൗ ഇറ്റ് നാവിഗേറ്റ്സ് എ culture dominated by strong heteronormative preference. സോ അക്കാഡമിക് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ഈ മൂവ്മെന്റിന്റെ വളർച്ച എന്താണ്, അതിന്റെ വ്യാഖ്യാനങ്ങൾ എന്താണ്, ആൻഡ് ഹെട്രോനോർമേറ്റീവ് പ്രിഫറൻസുകളെ എങ്ങനെ ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അക്കാഡമിക്കലി നടക്കുന്നത്. ആൻഡ് ആക്ടിവിസ്റ്റുകൾ എൻഗേജ് ചെയ്യുന്ന എന്തിനായിട്ടാണ്? ടു ഗെയിൻ അല്ലെങ്കിൽ ടു ഗാർണർ ഓർഗനൈസേഷണൽ സപ്പോർട്ട്. ഓർഗനൈസേഷൻ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ടു പ്രൊവൈഡ് സേഫ് സ്പേസസ് ആൻഡ് ഗൈഡൻസ് ഫോർ ഇൻഡിവിജ്വൽസ് ക്വസ്റ്റനിങ് ദ ഐഡന്റിറ്റി. സോ ഇതേപോലെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് നൽകുക, അല്ലെങ്കിൽ അവർക്ക് അതിനായിട്ട് ആ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ഓർഗനൈസേഷണൽ സപ്പോർട്ടാണ് മറ്റൊരു ലെവലിൽ നടക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് ലെവൽ അഡ്വക്കസി എന്ന് പറയുമ്പോഴത്തേക്ക് it is voicing concerns to the government to influence policy and legal decisions. So ഒരു സ്റ്റേറ്റ് ലെവലിൽ വാദം നടക്കുകയാണ്. എന്തിനായിട്ടാണ്? ഗവൺമെന്റ്സ് ഇവർക്ക് പല ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ മെഷേഴ്സ് നൽകാനായിട്ട്. സോ അതാണ് യൂണിറ്റ് 3. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതോടെ നിങ്ങളുടെ ബ്ലോക്ക് 3 കംപ്ലീറ്റഡ് ആവുകയാണ്. ഹലോ മാം. പറഞ്ഞോ. ഇവിടെ ഒരു പ്രൈഡ് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ഗേ പ്രൈഡ് ഇവന്റ്. അതെവിടെയായിരുന്നു മാം? 19 അതല്ലേ? കൊൽക്കത്ത. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ യൂണിറ്റിൽ വരുന്നത് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോഷ്യൽ ആക്ട് ഡൊമസ്റ്റിക് കോണ്ടെസ്റ്റ്. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് എന്നോ? സോഷ്യൽ ആക്ട് ഡൊമസ്റ്റിക് കോണ്ടെസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്? ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റ് അല്ലേ? അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സോ അത് ഓട്ട്നറിന്റെ നേച്ചറും കൾച്ചറിന്റെ ഇടയിലുള്ള ഒരു സ്ത്രീനെ ഒരു പാലം പോലെ കാണുമ്പോഴത്തേക്ക് ഉള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് ആണ് പറയുന്നത്. സോ സ്ത്രീനെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നേച്ചറിന് ക്ലോസർ ആയിട്ട് പറയുമ്പോഴത്തേക്ക് സിമോൺ ഡി ബൂവറിന്റെ ചില മെക്കാനിസംസ്, അതായത് ഫിസിയോളജിക്കലും സോഷ്യലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെക്കാനിസംസ് എടുത്തുകൊണ്ടാണ് ഓട്ട്നർ എങ്ങനെയാണ് സ്ത്രീകളെ നേച്ചറുമായിട്ട് ക്ലോസർ ആയിട്ട് പറയുന്നു എന്ന് പറയാം. അതിന്റെ ഒരു ഭാഗമാണ് ഈ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. സോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ അസോസിയേഷൻ വിത്ത് നേച്ചർ ഇസ് റീഎൻഫോഴ്സ്ഡ് ബൈ ദിസ് ഡിവിഷൻ ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് പബ്ലിക് സ്ഫിയർ. സോ ഈ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണ്. ആൻഡ് ഡൊമസ്റ്റിക് ഒബിയസ്ലി പ്രൈവറ്റ് സ്ഫിയറിൽ നടക്കുന്നത്. സോ ഇതിലുള്ള വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്മയും കുഞ്ഞും എന്നുള്ള ബോണ്ട്. അവിടെ ഒരു അമ്മയും കുഞ്ഞും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കുഞ്ഞിന്റെ സർവൈവലിന് ആവശ്യമായിട്ട് ലാക്ടേഷൻ നടക്കുകയും കുഞ്ഞിന്റെ പ്രൈമറി കെയർ ടേക്കർ, കുഞ്ഞിന്റെ ലോകമായിട്ട് മാറുന്ന ആ ബോണ്ടാണ് ഒരു ഘടകം. അതായത് അത് എന്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്? ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് നൽകുന്ന ഈ ഡൊമസ്റ്റിക് ലേബൽ, അതായത് ഡൊമസ്റ്റിക് ലേബലിൽ എന്ത് ഉൾപ്പെടുന്നു? ഫാമിലിയാണ് അതിന്റെ പ്രധാന ഭാഗമായിട്ട് വരുന്നത്. ആൻഡ് ഈ ഫാമിലിനെ ബയോളജിക്കൽ സർവൈവലിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യുകയാണ്? സോഷ്യൽ ഓർഗനൈസേഷന്റെ ഏറ്റവും താഴെത്തട്ടിലാണ് അതിനെ
പ്ലേസ് ചെയ്യുന്നത്. സോ ആ ഡൊമസ്റ്റിക് ലേബൽ എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ലേബൽ ആയിട്ട് ആണ് കാഴ്ചവെക്കുന്നത്. ആൻഡ് അവിടെ ഒരു ഡിബേറ്റ് കാണാം, അതായത് യൂണിവേഴ്സലിസം വേഴ്സസ് പർട്ടിക്കുലറിസം. സോ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പലപ്പോഴും എന്തായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, പബ്ലിക് സ്ഫിയറിൽ നടക്കുന്ന പബ്ലിക് ആക്ടിവിറ്റീസ്. ആൻഡ് ആ പബ്ലിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് രാഷ്ട്രീയമാകാം, മതപരമായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാകാം. സോ ഇതിലെല്ലാം പ്രാധാന്യം ആർക്കാണ് ലഭിക്കുന്നത്, പുരുഷന്മാർക്കാണ്. സോ ദേ ഡീൽ വിത്ത് ദി യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആൻഡ് ഹയർ ലെവൽ സോഷ്യൽ സിന്തസിസ്. സോ പുരുഷന്മാർക്ക് മാത്രമേ എന്തിനുള്ള റൈറ്റ് ഉള്ളതാണ് അവതരിപ്പിക്കുന്നത്, പബ്ലിക് സ്ഫിയറിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ ഭാഗമാകുന്നത് ആരാണ്, പുരുഷന്മാരാണ്. അതേസമയം സ്ത്രീകൾ എന്ത് ചെയ്യപ്പെടുകയാണ്, അവരെ ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്ഫിയറിലേക്ക് ചുരുക്കുകയാണ്. സോ ദേ ഡീൽ വിത്ത് പെർട്ടിക്കുലർ ഡെയിലി നീഡ്സ്. സോ സ്ത്രീകളുടെ റോൾ എവിടെ ആക്കുകയാണ്, ആ ഡൊമസ്റ്റിക് സ്ഫിയറിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ പ്രൈവറ്റ് സ്ഫിയറിൽ ആക്കുകയും അവരുടെ പ്രാധാന്യം എവിടെയാണ്, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഉള്ള ബയോളജിക്കൽ കപ്പാസിറ്റിയിലേക്ക് ഒതുക്കുകയാണ്. സോ ഇവിടെ ഒരു സോഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കാണാം. കാരണം എന്താണ്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നേച്ചറിന്റെ ഭാഗമാകുന്നവരും പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൾച്ചറിന്റെ ഭാഗമാകുന്നവരും ആണെന്നാണ് ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഈ എസ്സേയിൽ പറയുന്നത്. സോ ആ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഭാഗമാകുന്നത് വഴി എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒരു പാരഡോക്സ് കാണാം. അതായത് സ്ത്രീകളാണ് ബയോളജിക്കൽ കപ്പാസിറ്റി ഉള്ളവർ അല്ലെ, കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കുട്ടീനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ അല്ലെ. സോഷ്യലൈസേഷന്റെ കൂടെ എന്ത് ചെയ്യാണ്, കുട്ടിക്ക് കൾച്ചർ എന്താണെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ ആ പഠനം കുട്ടി ആദ്യം അമ്മയിൽ നിന്നാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. സോ ആ ഒരു കൾച്ചറൽ കപ്പാസിറ്റി ആദ്യം ആരിൽ നിന്നാണ് വരുന്നത്, സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ സൊസൈറ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായിട്ടാണ് പറയുന്നത്, സ്ത്രീക്ക് കൾച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് പുരുഷന്റെ മേഖല ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്ത്രീ ചെയ്യുന്ന ഈ ടാസ്ക്, അതായത് കുട്ടികളായിട്ട് സോഷ്യലൈസേഷൻ നടത്തിക്കൊണ്ട് കൾച്ചർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് അവിടെ ഡീവാല്യൂ ചെയ്താണ് കാണുന്നത്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുക്കിംഗ് എന്താണ്, പ്രൈവറ്റ് സ്ഫിയറിൽ നടക്കുന്ന ഒരു ഡൊമസ്റ്റിക് ടാസ്ക് ആയിട്ട് സ്ത്രീകളുടെ ടാസ്ക് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ഹയർ വാല്യൂ നമ്മൾ നൽകുകയാണ്, അതിനൊരു പ്രൊഫഷനായിട്ട് മാറ്റുകയാണെങ്കിൽ എന്താണ്, അത് പുരുഷന്മാര് ഓവർടേക്ക് ചെയ്യും അല്ലെ. പുരുഷന്മാര് കാരണം എന്തുകൊണ്ടാണ്, അതിനൊരു ഹയർ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷെ അതേസമയം സ്ത്രീ ഒരു പബ്ലിക് സ്ഫിയറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനൊരു ലോവർ സ്റ്റാറ്റസ് ആണ് നൽകുന്നത്. സോ ആ ഒരു പാരഡോക്സ് ആണ് ഈ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറയുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പുരുഷന്മാർക്കുള്ളതാണെന്നും കൾച്ചർ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതെന്നാണ് ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു പറച്ചിൽ. മറ്റൊരു തലം എന്താണ്, എൻ്റെ പ്രൈവറ്റ് സ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ത്രീകൾക്കുള്ളതാണ്, സ്ത്രീകളുടെ മേഖലയാണ് ഡൊമസ്റ്റിക് മേഖല എന്നുള്ളതാണ്, അവർക്ക് കൾച്ചർ പ്രയോഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം കൾച്ചർ സൊസൈറ്റിയിലേക്ക് സ്ത്രീകളിൽ കൂടെ തന്നെയാണ് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ കൂടെ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് സ്ത്രീയിലൂടെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് ചെറുതാക്കി കാണിച്ചുകൊണ്ട് അതിന് വാല്യൂ നൽകുന്നില്ല. അതാണ് ഈ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. ഈ ക്ലാസ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യും. സോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് either കോർഡിനേറ്റേഴ്സ് വഴി ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.